ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിന്റെ ഓറിയന്റേഷനിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഇതാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ക്ലാസ് കൊണ്ട് ഏകദേശം തീർക്കാൻ പറ്റും. തുടക്കത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് അലിമെൻ്ററി കനാലിനെ കുറിച്ചാണ്. അലിമെൻ്ററി കനാൽ എന്ന് നമുക്ക് എന്താണെന്ന് അറിയില്ല അല്ലേ? എന്താണ് സംഭവം? എന്താണ്? മൗത്തിൽ തുടങ്ങി ഏനസിൽ അവസാനിക്കുന്ന ഒരു കനാലാണ് അലിമെൻ്ററി കനാൽ. ഈ ഒരു പാത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സഞ്ചാരം, ഈ ആഹാരം സഞ്ചരിക്കുന്ന അലിമെൻ്ററി കനാലിൻ്റെ ഓരോ ഭാഗങ്ങളും അവയുടെ അനാട്ടമിക്കൽ പെക്യുലിയാരിറ്റീസും പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 30ഓളം ചോദിക്കാൻ കൊള്ളാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണുക. അത്രയും ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ് മുഴുവൻ ഒറ്റയടിക്ക് നിങ്ങൾ ഇന്ന് കണ്ട് നല്ല ശ്രദ്ധയോടുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പിന്നെ ഇത് പഠിക്കേണ്ട ആവശ്യവും വരുത്തില്ല എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ട്. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? എന്താണ് ഡൈജഷൻ? നമുക്കത് നോക്കാം. ഡൈജഷൻ നമുക്കറിയാം എന്താണ് ദഹനമല്ലേ? ദഹനം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദഹനേന്ദ്രിയ വ്യവസ്ഥ. എന്താണ് ദഹനേന്ദ്രിയ വ്യവസ്ഥ? നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഏതൊരു ലിവിങ് ഓർഗാനിസത്തിൻ്റെയും സ്ട്രക്ചറൽ ഓർഗനൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സെല്ല്, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്ന സെല്ലാണ്, കോശമാണല്ലേ. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, ടിഷ്യൂസ് ഉണ്ടാകുന്നു. ടിഷ്യൂസ് ചേർന്ന് എന്താകുന്നു? ഓർഗൻസ് ഉണ്ടാകുന്നു. ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഉദാഹരണം എന്താണ്? ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ടല്ലേ? ഡിഫറെൻ്റ് ഓർഗൻസ് ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടും അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. എന്താണ് അലിമെൻ്ററി കനാൽ? നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആമാശയം നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ചെറുകുടൽ, വൻകുടൽ, ഏനസ്, അതേപോലെ റെക്റ്റം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ഒരു സംഭവം ബേസിക്കലി നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക്സിലേക്ക് പോകാം. നോക്കാം. എന്താണ്? ഫുഡ് ഈസ് വൺ ഓഫ് ദ ബേസിക് റിക്വയർമെന്റ് ഓഫ് ആൾ ലിവിങ് ഓർഗാനിസംസ്. എല്ലാ ജീവിക്കുന്ന ജീവികൾക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ആഹാരം എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ ആദ്യം നമുക്ക് വേണ്ട എന്താണ്ട്? ശ്വാസം. ഇത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അല്ലേ? എത്ര സെക്കൻഡ് നിൽക്കാൻ പറ്റും? കുറച്ച് സമയം. അത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ റിക്വയർമെൻ്റ് ആണ് ഫുഡ് അല്ലേ? ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ന്യൂട്രീനാണ് എന്താണ്? ഈ വാട്ടർ, ജലം എന്ന് പറയുന്നത് അല്ലേ? ജലമില്ലാതെ നമുക്ക് എത്ര ദിവസം പിടിച്ചിരിക്കാം? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഫുഡില്ലാതെയും കുറച്ചൊക്കെ നിൽക്കാം അല്ലേ? ഫുഡ് ഇല്ലാതെ പറ്റില്ല, പക്ഷേ ഫുഡ് നമുക്ക് കഴിക്കാതെ അല്ലേ? ഫുഡ് ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ ഫുഡ് ഉള്ളതാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് സ്റ്റാർവ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് ഈസ് ദ ബേസിക് റിക്വയർമെന്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. ദ മേജർ കമ്പോണന്റ് ഓഫ് അവർ ഫുഡ്സ് ആർ എന്തൊക്കെയാണ് വരുന്നത്? കാർബോഹൈഡ്രേറ്റ്സ് വരും. എന്താണ് കാർബോഹൈഡ്രേറ്റ്സ്? അന്നജങ്ങൾ അല്ലേ? അന്നജങ്ങൾ. അതുപോലെ പ്രോട്ടീൻസ്, മാംസ്യങ്ങൾ വരും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നത് എന്തിനാണെന്നും പ്രോട്ടീൻ എന്തിനാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നോളജ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ രണ്ടിനും ഡൈജഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരും വഴിയെ പഠിക്കും. എന്താണ് കാർബോഹൈഡ്രേറ്റ്? നമുക്ക് പ്രധാനമായിട്ടും ഊർജം തരുന്ന ആഹാര പദാർത്ഥങ്ങളെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ്? ഊർജം തരുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാ? ഉദാഹരണം ഗ്ലൂക്കോസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ? സ്റ്റാർച്ച് അല്ലേ? അതുപോലെ മറ്റ് ഇതര ഫ്രക്ടോസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? കാർബോഹൈഡ്രേറ്റുകളാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തിനു വേണ്ടിയിട്ട്? എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. ഇനി എന്താണ് പ്രോട്ടീൻസ്? പ്രോട്ടീൻസ് എനർജി തരുമോ എന്ന് വെച്ചാൽ പ്രോട്ടീൻസ് എനർജി കിട്ടും. പക്ഷേ പ്രോട്ടീൻ്റെ പ്രൈം ഡ്യൂട്ടി, ആദ്യത്തെ ഡ്യൂട്ടി അതല്ല. എന്താണ്? നമ്മുടെ ബോഡി ബിൽഡിംഗ് യൂണിറ്റ്സ് ആണ് അല്ലേ? ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന സംഗതിയാണ് എന്താ? പ്രോട്ടീൻ. പിന്നെ എന്തുണ്ട്? ഫാറ്റും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള വസ്തുക്കളാണ്. എന്ത്? ഫുഡിലുള്ള കോമ്പോണൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അതോടൊപ്പം വാട്ടർ വളരെ ഇമ്പോർട്ടൻ്റ്. ഏറ്റവും ദ മോസ്റ്റ് എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് എന്ന് വെച്ചാൽ വാട്ടർ തന്നെയാണ് കേട്ടോ. വാട്ടർ. ഓക്കെ, ഇനി നോക്കാം എന്താണ് ഡൈജഷൻ, എന്താണ് ദഹന പ്രക്രിയ എന്ന് പറയാൻ പോവുകയാണ്. ഈ പറഞ്ഞ ബയോമാക്രോ മോളിക്യൂൾസ് ഇൻ ഫുഡ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ബൈ യുവർ ബോഡി ഇൻ ദെയർ ഒറിജിനൽ ഫോം. അതായത് നമുക്ക് ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫാറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? യൂട്ടിലൈസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? അതിനെ ദഹിപ്പിച്ചിട്ട് സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റണം അല്ലേ? സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഗ്ലൂക്കോസ്. നമ്മൾ വേറെ ഏത് കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാലും ഇത് ഗ്ലൂക്കോസ് ആയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ പഞ്ചസാര അളക്കുന്നത് എന്താണ്? ഗ്ലൂക്കോസിൻ്റെ അളവാണ് അളക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ്, ഈ ഗ്ലൂക്കോസ് ആണ് എന്ത് വരുന്നത്? കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തളർന്ന് വീണ് കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് നേരെ ഗ്ലൂക്കോസ് കുത്തി ഇറക്കുന്നത്. മനസ്സിലായോ? അല്ല വേറെ പഞ്ചാരല്ല ഇറക്കുന്നത്, ഗ്ലൂക്കോസ് ഇറക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ബയോമാക്രോ മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അപ്പടി നമ്മൾ കഴിക്കുന്ന അപ്പടി ഉപയോഗിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസ് ഇൻടു സിമ്പിൾ അബ്സോർബിൾ ഫോം ഈസ് കാൾഡ് ഡൈജഷൻ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും ഈ ഗ്ലൂക്കോസിൻ്റെ കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയും. ഡൈജസ്റ്റീവ് സിസ്റ്റം, ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ അലിമെന്ററി കനാൽ ആൻഡ് ദ അസോസിയേറ്റഡ് ഗ്ലാൻസ്. എന്താണ് അലിമെന്ററി കനാൽ ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻസ്? എന്താ അലിമെന്ററി കനാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ട്യൂബാണ്. ഓരോ ഭാഗത്തും അതിൻ്റെതായ ഫംഗ്ഷൻ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ഘടനാപരവും സൈസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചേഞ്ചസ് ഉണ്ട്. നോക്കുക, ഇവിടുത്തെ ധർമ്മം എന്താണ്? ഫുഡിന് നേരെ ഈ ആമാശയത്തിൽ എത്തിക്കുക. ഇവിടെ കുറച്ച് മെക്കാനിക്കൽ ആക്ടിവിറ്റീസ് കൊണ്ട് അതിനുവേണ്ടി ഒരു ഷേപ്പ് ഒരു ബാഗായി മാറിയിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചധികം ഇങ്ങനെ എന്താണ് ചുറ്റുപണഞ്ഞ് കിടപ്പുണ്ട് അല്ലേ. അവിടെ കാരണം അവിടുത്തെ ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വണ്ണത്തിൽ നീളം കുറഞ്ഞിട്ടൊരു ഭാഗം അല്ലേ. അപ്പോൾ അതെന്താണ്? വൻകുടലാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വേറെ. ഫംഗ്ഷൻ അടിസ്ഥാനപ്പെടുത്തി ഈ ട്യൂബിന്റെ ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്തത വന്നിരിക്കുന്നു. ഘടനാപരമായിട്ടുള്ള വ്യത്യസ്തത വന്നിരിക്കുന്നു അല്ലെ, ഫംഗ്ഷണൽ ആയിട്ടുള്ള വ്യത്യസ്തത വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള ആ ഒരു ട്യൂബിന് പറയുന്ന പേരാണ് അലിമെന്ററി കനാൽ. സ്റ്റാർട്ട്സ് വിത്ത് എന്താണ്? മൗത്ത് ആൻഡ് എന്താണ്? എൻഡ് വിത്ത് ഏനസ് അല്ലെ. ഇതാണ് എന്തെന്ന് പറയുന്നത്? അലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. ഇത് മാത്രം മതിയോ? പോരാ, അസോസിയേറ്റഡ് ഗ്ലാൻസ് കൂടെ വേണം. എന്താണ്? അസോസിയേറ്റഡ് ഗ്ലാൻസ് കൂടെ വേണം. നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അസോസിയേറ്റഡ് ഗ്ലാൻസ്. ലിവർ, എന്താണ്? ലിവർ, സലൈവറി ഗ്ലാൻസ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വെറുതെ നമുക്ക് ആഹാരത്തെ വിഴുങ്ങാൻ പറ്റത്തില്ലല്ലേ. അതിനുവേണ്ടി ആഹാരത്തെ വെറ്റാക്കണം അല്ലേ. അതിനുവേണ്ടി നമുക്ക് സലൈവ ഉൽപ്പാദിപ്പിക്കണം. സലൈവയ്ക്ക് വേറെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്, എല്ലാം പഠിക്കാം നമുക്ക്. അപ്പോൾ അത്തരത്തിലുള്ള സലൈവറി ഗ്ലാൻസ് ഉണ്ട്, ലിവർ ഉണ്ട്, അതേപോലെ എന്താണ്? പാൻക്രിയാസ് ഉണ്ട് അല്ലേ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അസോസിയേറ്റഡ് ഗ്ലാൻസ്. ഈ ഗ്ലാൻസുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രസങ്ങൾ, ദഹന രസങ്ങളെല്ലാം ഈ ദഹനത്തെ കൂടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഈ പറഞ്ഞ അലിമെന്ററി കനാലും അതിനോടനുബന്ധിച്ച് വരുന്ന അസോസിയേറ്റഡ് ഗ്ലാൻസും കൂടെ ചേർന്നാണ് എന്ത് വരുന്നത്? ഡൈജസ്റ്റീവ് സിസ്റ്റം വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പൊ നമുക്കിനി അലിമെന്ററി കനാൽ തുടങ്ങാം കേട്ടോ. എവിടെ നിന്നാണ് തുടങ്ങാൻ നോക്കാം. ദ അലിമെന്ററി കനാൽ ബിഗിൻസ് വിത്ത് ആൻ ആന്റീരിയർ ഓപ്പണിംഗ് ദ മൗത്ത്. എന്താണ് മൗത്ത്? മൗത്ത് എന്ന് പറഞ്ഞ ആന്റീരിയർ ഓപ്പണിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഓപ്പൺസ് ഔട്ട് പോസ്റ്റീരിയർ ത്രൂ ആനസ്. ഓക്കെ, മൗത്തിൽ തുടങ്ങി ആനസിൽ അവസാനിക്കുന്ന കനാലാണ് അലിമെന്ററി കനാല്. ഇനി നമുക്ക് നോക്കാം മൗത്ത് എങ്ങോട്ട് പോകുന്നു. ആ മൗത്ത് ചെല്ലുന്ന ഭാഗത്ത് എന്താണ് ഉള്ളത്? ബക്കൽ ക്യാവിറ്റി എന്ന് പറയും. നമ്മുടെ വായ മുഴുവൻ നമ്മൾ ബക്കൽ ക്യാവിറ്റി എന്ന് പറയും. ഈ ബക്കൽ ക്യാവിറ്റിയിൽ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. The mouth leads to the buccal cavity or oral cavity. ഈ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് എന്താണ്? നമ്മൾ വാ തുറന്നാൽ കാണുന്ന ആ ഒരു ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റി. The oral cavity has a number of teeth and a muscular tongue. എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. വാ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ കുറേ പല്ലുകളുമുണ്ട്, മസിൽ കൊണ്ട് നിർമ്മിച്ച ഒരു നാവുമുണ്ട് അല്ലേ. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മുടെ ഹ്യൂമൻ ഡെന്റിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ കൊള്ളാവുന്ന 2-3 പോയിന്റ്സ് അവിടെ ഉണ്ട്, ശ്രദ്ധിക്കാം. ഈച്ച് ടൂത്ത് ഈസ് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോ ബോൺ. ജോ ബോൺ ഏതാണ്? മുകളിൽ ഒരു അപ്പർ ജോയ് ഉണ്ട്, താഴെ ഒരു ലോവർ ജോയ് ഉണ്ട് അല്ലേ. ഇത് മാക്സില, പ്രീ മാക്സില, ഇത് മാൻഡിബിൾ. നമുക്ക് സ്കെൽറ്റൽ സിസ്റ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, കുഴപ്പമില്ല, പഠിക്കേണ്ട. അപ്പൊ എന്തായാലും 2 ജോ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്താണ്? ഇത് ലോവർ ജോ, ഇത് അപ്പർ ജോ അല്ലേ. ഇത് ലോവർ ജോ, ഇത് അപ്പർ ജോ. ഇത് ഒരു ജോയാണ് കാണിച്ചിരിക്കുന്നത്. ആ ജോയില്, ആ ജോ ബോണിൽ ഉള്ള ഓരോ സോക്കറ്റിലും എംബഡ് ചെയ്ത തരത്തിലാണ് എന്ത് കാണുന്നത്? നമ്മുടെ ടീത്ത് കാണുന്നത്, നമ്മുടെ പല്ല് കാണുന്നത്. കണ്ടില്ലേ? ഇത് ഓരോ പല്ലും പറിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കുക, ഇതാണ് എന്താ ആ ജോയിൽ കാണപ്പെടുന്ന സോക്കറ്റുകൾ. നമ്മൾ പല്ലെടുക്കാൻ പോകുമ്പോഴത്തേക്കും ഈ മുകളിലുള്ള സാധനം മാത്രമല്ല എടുത്ത് കളയുന്നത് അല്ലേ. അതിനകത്തോട്ടൊരു റൂട്ട് കൂടെ ഇല്ലേടേ. ഇതേപോലെ റൂട്ടും കൂടെ ഉണ്ട്, അത് അടക്കാൻ എടുത്ത് കളയുന്നത് അല്ലേ. അതടക്കം ചിലർക്ക് പറയും ഇത് എടുക്കാൻ പറ്റുന്ന സർജറി ചെയ്യണമെന്ന് പറയും. അത് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യും?
പറിച്ചെടുക്കാൻ മുകളിലോട്ട് പൊക്കിയെടുക്കാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് സർജറി ചെയ്തിട്ടായിരിക്കും എന്തെടുക്കുന്നത്? പല്ലെടുക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ പല്ലുകൾ നമ്മുടെ ഈ ജോ ബോണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ആ ടൈപ്പ് ഡെന്റീഷന് പറയുന്ന പേരാണ് തീക്കോഡോണ്ട്. തീക്കോ കുഴിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തീക്കോഡോണ്ട് ഒരു കുഴിയിൽ എംബഡ് ചെയ്തിരിക്കുന്നു, ഒരു കുഴിയിൽ വെച്ചിരിക്കുന്നു, അതിനാണ് തീക്കോഡോണ്ട്. 2-3 ടേം നമ്മൾ ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡെന്റീഷനുമായിട്ട് ബന്ധപ്പെട്ട ടേമിന് പറയുന്നതൊക്കെ ഡോണ്ടാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇത്തരത്തില് നമ്മുടെ ജോ ബോണിലുള്ള ഓരോ സോക്കറ്റുകളിൽ അറ്റാച്ച് ചെയ്യപ്പെട്ട തരത്തിൽ കാണപ്പെടുന്ന ഡെന്റീഷനെ നമ്മൾ എന്ന് പറയുന്നു? തീക്കോഡോണ്ട് എന്ന് പറയുന്നു. തീക്കോഡോണ്ട് മറക്കരുത് കേട്ടോ, ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് തീക്കോഡോണ്ട്. തീക്കോഡോണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് മാത്രം മനസ്സിലാക്കി വെക്കുക. എന്താണ്? നമ്മുടെ ഡെന്റീഷൻ ഈസ് തീക്കോഡോണ്ട്. നമ്മുടെ പല്ലുകൾ നമ്മുടെ ജോയിൽ കാണപ്പെടുന്ന സോക്കറ്റുകൾ എംബഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡെന്റീഷന് പറയുന്ന പേരാണ് തീക്കോഡോണ്ട്. പ്രധാനപ്പെട്ട മിക്കവാറും സാധാരണ മാമൽസ് എല്ലാം സസ്തനികൾക്കെല്ലാം കാണപ്പെടുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഡിഫിഡോണ്ട് ഡെന്റീഷൻ. എന്താ ഡിഫിഡോണ്ട് ഡെന്റീഷൻ? ഡിഫി 2, ഡിഫി ഡൈ 2 കേട്ടോ. മോണോ 1, ഡൈ 2, ട്രൈ 3 ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡിഫീഡോണ്ട് ഡൈ 2 എന്ന് മനസ്സിലാക്കുക. എന്താണ്? നമുക്ക് കുഞ്ഞുനാൾ എന്ത് വരും? പാൽപ്പല്ല് വരും അല്ലേ? കൊച്ചു പാൽപ്പല്ല് കാട്ടി നമ്മൾ പുഞ്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ പാൽപ്പല്ല് പോയിട്ട് മറ്റു പല്ല്, അതായത് രണ്ടാമത്തെ പെർമനന്റ് ടീത്ത് വരും അല്ലേ? മെജോറിറ്റി ഓഫ് മാമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീയിങ്സ് ഫോംസ് 2 sets ഓഫ് ടീത്ത് ഡ്യൂറിംഗ് ദെയർ എൻറ്റയർ ലൈഫ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യത്തെ സെറ്റിന് പറയുന്നത് ടെമ്പററി ടീത്ത്, അല്ലെങ്കിൽ മിൽക്ക് ടീത്ത്, അല്ലെങ്കിൽ എന്താണ് ഡെസിഡിയസ് ടീത്ത്. ഈ പേര് 3 ഓർത്ത് വയ്ക്കുക. ടെമ്പററി ടീത്ത്, അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് പാൽപ്പല്ല് അല്ലേ, അല്ലെങ്കിൽ ഡെസിഡിയസ് ടീത്ത്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ടെമ്പററി ടീത്ത്, മിൽക്ക് ടീത്ത്, ഡെസിഡിയസ് ടീത്ത്. ഇതെല്ലാം ഒരെണ്ണത്തിന്റെ പേരാണ്. എന്തിന്റെയാണ്? നമുക്ക് ആദ്യം വരുന്ന പാൽപ്പല്ലുകളുടെ പേരാണ് അല്ലേ. ഇത് നമ്മൾ മുതിർന്നു വരുന്നതനുസരിച്ച് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടുന്നു? പെർമനന്റ് ടീത്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് ഒരു ജീവിയുടെ ലൈഫ് ടൈമിൽ 2 തരത്തിലുള്ള ടീത്ത്, 2 തരത്തിലുള്ള പല്ലുകൾ അതിന് ഉണ്ടായി വരുന്നു എന്നുണ്ടെങ്കിൽ ആ തരത്തിൽ പറയുന്ന ഡെന്റീഷനെ, അല്ലെങ്കിൽ ആ ഡെന്റീഷന് പറയുന്ന പേരാണ് എന്താ? ഡിഫിഡോണ്ട് എന്ന് പറയുന്നത്. എന്താണ്? അപ്പോൾ തീക്കോഡോണ്ട് പഠിച്ചു, ഡിഫിഡോണ്ട് പഠിച്ചു. ഡിഫി ഡൈ 2 എന്താണ്? 2. തീക്കോ കുഴിയിലാണ്. തീക്കോഡോണ്ട് ഒരു കുഴിയിലാണ് പല്ലിരിക്കുന്നത്. അതിന് പറയുന്ന ഡെന്റീഷന് പറയുന്ന പേരാണ് തീക്കോഡോണ്ട്. ഡിഫിഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തരത്തിലുള്ള ഡെന്റീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡെന്റീഷന് പറയുന്ന പേരാണ് എന്താ? ഡിഫിഡോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി എന്താണ്? തീക്കോഡോണ്ട് മനസ്സിലാക്കി, ഡിഫിഡോണ്ട് മനസ്സിലാക്കി. ഇനി ഒരു സംഭവം പഠിക്കാനുണ്ട് ഇവിടെ. എന്താണ്? ഹെറ്ററോഡോണ്ട് ഡെന്റീഷൻ. എന്താണ് ഹെറ്ററോഡോണ്ട് ഡെന്റിഷൻ? അപ്പോൾ നമുക്ക് നോക്കാം. ആൻ അഡൾട്ട് ഹ്യൂമൻ ഹാസ് 32 പെർമനന്റ് ടീത്ത്. നമുക്കറിയാം നിന്റെ പല്ല് 32 അടിച്ച് താഴെയിടുമെന്ന് പറയും അല്ലേ? എത്ര? 32 പല്ല്. 32 പല്ലുണ്ട് നമുക്ക്. എത്രയുണ്ട്? 32 പല്ലുണ്ട്. എന്തൊക്കെയാണ്? വിച്ച് ആർ 4 ഡിഫറൻറ്റ് ടൈപ്സ്. ഹെറ്ററോ എന്നാണ് ഡിഫറൻറ്റ്. എന്താണ്? അപ്പോൾ നമുക്ക് നോക്കിയത് തീക്കോ കുഴിയിൽ, എന്താണ്? ഡിഫി 2 സെറ്റ്, അതേപോലെ ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ടൈപ്പ് വ്യത്യസ്തമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്സ് എന്ന് നോക്കാം. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും അല്ലേ? ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അതിന് വലിയ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടെ കുറച്ച് വലിയ പല്ലും, ഇവിടെ കുറച്ച് ചെറിയ പല്ലും, ഇവിടെ കുറച്ച് വലിയ പല്ലും, ഇവിടെ കുറച്ച് പരന്ന പല്ലും. ഇത്ര മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമുള്ളത് നോക്കാം. ഇൻസൈസേഴ്സ് മറ്റൊരു പേരുണ്ട് കട്ടിംഗ് ടീത്ത് എന്ന് പറയും. നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണപ്പെടുന്ന ഉളിപ്പല്ലുകൾക്കാണ് പറയുന്നത് ഇൻസൈസർ. എത്ര എണ്ണം ഉണ്ട് നമുക്ക്? അത് പറയുന്ന ഫോർമുലയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഫോർമുല ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്. 2 എണ്ണം മുകളിലുണ്ട്, 2 എണ്ണം താഴെയുണ്ട് അല്ലേ? അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഡെന്റൽ ഫോർമുല ഇത്രേ തന്നിട്ടുള്ളൂ. *2 എന്നും കൂടെ ഉണ്ട് കേട്ടോ. *2 എന്നും കൂടെ ഉണ്ട്. ശ്രദ്ധിക്കുക, ഇത്രയും കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഡെന്റീഷൻ ആവത്തുള്ളൂ. ഇനി ഇത് കുറച്ചും കൂടെ ഞാൻ വിശാലമാക്കി എഴുതാം. ഇവിടെ നിങ്ങൾ നോക്കൂ. ഐ എന്ന് ഇവിടെ നോക്കിയിട്ട് ഐ മീൻസ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻസിസർ. ഓക്കെ, അടുത്തത് സി സ്റ്റാൻഡ്സ് ഫോർ കാനൈൻ. ഓക്കെ, അടുത്തത് PM സ്റ്റാൻഡ്സ് ഫോർ പ്രീമോളാസ്. PM. അടുത്തത് M സ്റ്റാൻഡ്സ് ഫോർ മോളാസ്. ഇങ്ങനെ 4 തരത്തിലുള്ള പല്ലുകളാണ് മനുഷ്യരിൽ കാണപ്പെടുന്നത്. ഇങ്ങനെ 4 തരത്തിലുള്ള പല്ലുകൾ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ ഹെറ്ററോഡോണ്ട് ഡെന്റിഷൻ എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ എണ്ണങ്ങൾ നമുക്കൂടെ എഴുതാം. ഇൻസിസർ എവിടെ? 2, സി 1, PM 2, M 3. ഇങ്ങനെയാണ് വരുന്നത്. ഇത് മുകളിലും ആപ്ലിക്കബിൾ ആണ്, താഴെയും ആപ്ലിക്കബിൾ ആണ്. I2, C1, PM2,
മൊളാറ് 3. ഇനി നമുക്കിത് ശരിയാണോ എന്ന് എണ്ണി നോക്കാം. ഇതാ കണ്ടില്ലേ, I 1 2 ഇൻസിസർ അല്ലേ, ഇൻസിസർ. അടുത്തത് ഇതെന്താണ്, സി കനൈൻ അല്ലേ. അടുത്ത് നോക്കാം PM എത്ര, ഇത് രണ്ടുമാണ് PM അല്ലേ, പ്രീമൊളാറ്. ഇത് 3 എന്താണ്, മൊളാസ്. അപ്പൊ നോക്ക, നേർ പകുതിയല്ലേ വന്നോളൂ. I 2 അല്ലെ, ഇൻസിസർ 2. ഇതിന്റെ പകുതി മാത്രമേ നമ്മൾ എടുത്തോളൂ. എവിടെ, ഡെന്റൽ ഫോർമുല എപ്പോഴും അങ്ങനെ പറയാറുള്ളൂ കേട്ടോ. ഇതിന്റെ പകുതി മാത്രമേ പറയത്തുള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, 2 ഇൻസിസർ കണ്ടോ, 2 ഇൻസിസർ, 1 കനൈന്, 2 പ്രീമൊളാറ്, 3 മൊളാസ്. അപ്പൊ നോക്ക, ഇത് ഒരു സൈഡ് മാത്രമേ ആയുള്ളൂ അല്ലെ, ഒരു സൈഡ് മാത്രമേ ആയുള്ളൂ. ഇൻറ്റു 2 എന്നാൽ മാത്രമേ 32 നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. ഏതൊരു ജീവിയുടെയും ഡെന്റീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫോർമുലയാണ് ഡെന്റൽ ഫോർമുല. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഡെന്റൽ ഫോർമുല എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഇത്ര മാത്രമേ തന്നിട്ടുള്ളൂ. 2 1 2 3 ഭാഗം 2 1 2 3. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ അത് ഇൻസിസർ ആണെന്നും, 1 എന്ന് പറഞ്ഞാൽ സി കനൈൻ ആണെന്നും, ഈ 2 എന്ന് പറഞ്ഞാൽ പ്രീമൊളാർ ആണെന്നും, അവസാനം 3 മൊളാർ ആണെന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇൻറ്റു 2 കൂടെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 32 കിട്ടത്തുള്ളൂ. ഇതാണ് ഡെന്റൽ ഫോർമുല വരുന്നത്. നോക്കാം, ഇൻസിസർ നമുക്കറിയാം കട്ടിങ് ടീത്ത് അല്ലേ, കട്ടിങ് ടീത്ത്. അപ്പോൾ അത് മുകളിൽ 4 താഴെ 4. കാര്യം എന്താ, ഒരു സൈഡ് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ, അവനാണ് 2 പറയുന്നേ. ഓക്കെ, ഇനി കനൈൻസ്. എന്താ കനൈൻസ് എന്ന് പറഞ്ഞാൽ, ഉളിപ്പല്ലല്ല, കോമ്പല്ലുകൾ അല്ലേ, കോമ്പല്ലുകൾ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണപ്പെടുന്ന മറ്റേ ഡ്രാക്കുളയുടെ പല്ലില്ലേ, ആ സാധനം അത് തന്നെയാണ്. പ്രീമൊളാറ്, മൊളാറ് 2 കടവപ്പല്ലുകളാണ്. അപ്പോൾ നോക്കുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇത്തരത്തിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഡെന്റീഷൻ കാണപ്പെടുന്നത് കൊണ്ട് ഈ പറയുന്ന ഡെന്റീഷനെ അല്ലെങ്കിൽ ഒരു ഡെന്റീഷനിലെ ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള പല്ലുകളുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഡെന്റീഷൻ നമ്മൾ എന്ന് പറയുന്നത് ഹെറ്ററോഡോൺ ഡെന്റീഷൻ എന്ന് പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, തീക്കോഡോണ്ട്, കുഴിയിലായുണ്ട് തീക്കോഡോണ്ട്, ഡിഫീഡോണ്ട്, നമുക്ക് ആദ്യം പാൽപ്പല്ല് വന്നു, അത് പോയിട്ട് പിന്നെ പെർമനന്റ് ടീത്ത് വന്നുണ്ട്, എന്താണ് ഡിഫീഡോണ്ട്. അതേപോലെ ഹെറ്ററോഡോണ്ട്, നമുക്ക് എന്തുണ്ട്, ഇൻസിസർ ഉണ്ട്, അതേപോലെ കനൈൻസ് ഉണ്ട്, പ്രീമൊളാസ് ഉണ്ട്, മൊളാസ്. ഇതുപോലെ ഡിഫറൻറ്റ് ടൈപ്പ് ടീത്ത് കാണുന്നതുകൊണ്ട് അതിനെ ഹെറ്ററോഡോണ്ട് എന്ന് വിളിച്ചു. ഇനി നമുക്ക് ബക്കൽ ക്യാവിറ്റി ബാക്കി നോക്കാം. ദ ഹാർഡ് ചൂയിങ് സർഫസ് ഓഫ് ദ ടീത്ത് മേഡ് അപ്പ് ഓഫ് ഇനാമൽ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം എന്ന് പറയുന്നത് ഇനാമലാണെന്ന് നമുക്കറിയാം. കാരണം ഏറ്റവും കടുപ്പമുള്ള പണി ചെയ്യുന്നത് ഇനാമൽ തന്നെയാണ് അല്ലേ, എല്ലൊക്കെ ഇങ്ങനെ കടിച്ച് ചവച്ചരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂയിങ് സർഫസ് ഉണ്ടാക്കിയിരിക്കുന്ന ഇനാമലാണ്. ദാറ്റ് ഹെൽപ്സ് ഇൻ ദ മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ്. മാസ്റ്റിക്കേഷൻ എന്താ, മാസ്റ്റിക്കേഷൻ സിമ്പിൾ ഇത്രയേ ഉള്ളൂ, ചവച്ചരയ്ക്കുക. ഫുഡ്, ആഹാര പദാർത്ഥം വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്നതിനാണ് മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗ്രൈൻഡിങ് സർഫസ്, ടീത്തിൻ്റെ ഗ്രൈൻഡിങ് സർഫസ് ഉണ്ടാക്കിയിരിക്കുന്ന ഇനാമൽ കൊണ്ടാണ്. അത് എന്തിനു സഹായിക്കുന്നു, ഫുഡിനെ മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ. ആദ്യമായിട്ട് നമുക്കൊരിക്കലും ആഹാരം ഒരു ഇറച്ചി കഷ്ണം നമ്മളെ വായിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ വിഴുങ്ങാൻ കഴിയില്ലല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപ്പ് അല്ലേ, അതൊന്നും നമുക്ക് അതുപോലെ വിഴുങ്ങാൻ കഴിയില്ല, ചവച്ചരച്ചാൽ മാത്രമേ വിഴുങ്ങാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് ഓഫ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, വായി തന്നെയാണ്. മാസ്റ്റിക്കേഷൻ സഹായിക്കുന്ന ആരാണ്, ഇനാമലാണ് അല്ലേ, ഇനാമലാണ് സഹായിക്കുന്നത്. നോക്കാം, അതുപോലെ ടങ്, നാക്ക് എന്താണെന്ന് നോക്കാം. ടങ് ഈസ് എ ഫ്രീലി മൂവബിൾ മസ്കുലാർ ഓർഗൻ അറ്റാച്ച് ദ ഫ്ലോർ ഓഫ് ദി ഓറൽ ക്യാവിറ്റി ബൈ ദ ഫ്രെനുലം. നോക്കാം, ഇത് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു മസ്കുലാർ ഓർഗനാണ്, മസിൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓർഗനാണ് നമ്മുടെ നാക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം നാക്ക് അല്ലേ, മസിൽസ് ആണ്, എല്ലൊന്നും ഇല്ല അതിനകത്ത്. നിന്റെ നാക്കിന് എല്ലാത്തും എന്തും പറയാമെന്ന് പറയത്തില്ലേ, അങ്ങനെയല്ല, നാക്കിന് പണ്ടേ എല്ലില്ല. അപ്പോൾ ഇതൊരു മസ്കുലാർ ഓർഗനാണ്. ഇത് നമ്മൾ നാവ് ഇങ്ങനെ ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അടിയിൽ ഒരു ഫ്രെനുലം എന്ന് പറയുന്ന ഒരു പാർട്ട് കൊണ്ടാണ് ഇതിനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, ഫ്രെനുലം. ഓക്കെ, എന്താണ് ഫ്രെനുലം? ദ അപ്പർ സർഫസ് ഓഫ് ടങ് ഹാസ് സ്മാൾ പ്രൊജക്ഷൻസ് കാൾഡ് പാപ്പിലെ. അപ്പോൾ ഈ നമ്മുടെ നാവ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നാക്ക് വടിക്കുന്ന ആൾക്കാർക്ക് ഈ പാപ്പിലെ കാണാൻ പറ്റും, വടിക്കാത്ത ആൾക്കാർക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. നാക്കൊന്ന് വടിച്ച് നോക്കുക, അപ്പോൾ അവിടെ ചെറിയ ചെറിയ സ്മാൾ പ്രൊജക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണെന്താ, പാപ്പിലെ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇത്തരത്തിൽ കാണുന്ന ഈ ടേസ്റ്റ് ബഡ് കാണപ്പെടുന്ന ഭാഗം എവിടെയാണ്, പാപ്പിലയിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ്, പാപ്പിലെ. അത് മറക്കണ്ട കേട്ടോ, പാപ്പിലെ വില്ലെ. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രധാനമായിട്ട് നമ്മുടെ ഈ അലിമെൻ്ററി കനാലിൽ പല ഭാഗത്ത് നമ്മൾ വില്ലയും പാപ്പിലെയൊക്കെ പഠിക്കും. അപ്പോൾ ഇതെല്ലാം ചെറിയ പ്രൊജക്ഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. നാവിൽ കാണപ്പെടുന്ന പ്രൊജക്ഷൻ പറയുന്ന പേര് പാപ്പിലെയാണ്. അതിനകത്താണ് ടേസ്റ്റ് ബഡ് കാണപ്പെടുന്നത്. നാവ് ഫ്രെനുലം കൊണ്ടാണ് അതിൻ്റെ ഫ്ലോർ ഓഫ് ദ ബക്കൽ ക്യാവിറ്റിയുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ടീത്തിൻ്റെ ഇനാമൽ എന്ന് പറയുന്ന പുറത്തുള്ള ഏറ്റവും ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് അല്ലേ, ഇനാമൽ
ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അതാണ് എന്തിനു സഹായിക്കുന്നത്? നമുക്ക് മാസ്റ്റിക്കേഷന് സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബക്കൽ ക്യാവിറ്റി. ഏറെക്കുറെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് എന്ത് ചെയ്തു? ആഹാരത്തിനെ ചവച്ചരച്ചു. ഇനാമൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് അരച്ചു. നമ്മൾ ടേസ്റ്റൊക്കെ മനസ്സിലാക്കി അല്ലേ? ടേസ്റ്റ് മനസ്സിലാക്കി അതിനെ വിഴുങ്ങണം. അപ്പോൾ ഇതാ നോക്ക്, ഈ വിഴുങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സ് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഫാരിങ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നോക്ക്, നമുക്ക് ഈ കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കാണപ്പെടുന്നത് നമ്മുടെ വിൻഡ് പൈപ്പാണ്. നമ്മൾ എന്താണ് ഉള്ളിലേക്ക് എയർ എടുക്കുമ്പോൾ എയർ എങ്ങോട്ടാണ് കയറി പോയില്ലേ? വലിച്ചു. ഇനി ഒന്ന് കുടിച്ചിറക്കി നോക്കുക, ഒരു തുള്ളി ഒരു ഇറക്കം കുടിച്ചിറക്കുക. അപ്പോൾ ഇത് രണ്ടും താഴോട്ട് പോയത് രണ്ടും രണ്ട് വഴിക്കാണ്. എങ്ങാനും ഇതിലേക്ക് നമ്മൾ കുടിച്ചിറക്കുന്ന കുടിനീര് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ചുമച്ച് ഓർമ്മയുണ്ടല്ലോ, ഇത് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ദിസ് ഫാരിങ്സ് നോക്കുക, ഈ ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ആഹാരത്തിൻ്റെയും എയറിൻ്റെയും കോമൺ പാസേജ് ആണ് ഫാരിങ്സ് എന്ന് മനസ്സിലാക്കുക. എല്ലാ ജീവികളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആഹാര പദാർത്ഥം ഒരിക്കലും എങ്ങോട്ട് പോകാത്തത്? നമ്മുടെ ഈ പറഞ്ഞ വിൻഡ് പൈപ്പിലേക്ക് പോയി നമ്മുടെ ശ്വാസകോശത്തിൽ എത്താത്തതുകൊണ്ടാണ്. ദാ ഇവിടെ ഇത്തരത്തിലൊരു അവയവം ഉള്ളതുകൊണ്ടാണ്. അവിടെ ഒരു സാധനം ക്ലോസ് ചെയ്യാൻ നിങ്ങൾ പല പ്രാവശ്യം കണ്ടു കാണും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. വേറെയും കുറേ കാര്യങ്ങളുണ്ട് ഫാരിങ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. The oral cavity leads to a short pharynx which serves as common passage for food and air. Common passage for food and air. Common passage for food and air. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ഫാരിങ്സ്. ഇതുമായിട്ട് കൺഫ്യൂഷൻ ആകുന്ന മറ്റൊരു ടേം ഉണ്ട്, ലാരിങ്സ്. എന്താണ് ലാരിങ്സ്? ഈ കാണുന്നില്ലേ? ആണുങ്ങളൊക്കെ ഇങ്ങനെ തട്ടി നോക്കുക, പെണ്ണുങ്ങൾക്ക് തട്ടി നോക്കുക, അത്രയും വലുതായിട്ട് ഉണ്ടാകത്തില്ല. ആണുങ്ങൾക്ക് ഇത് ഇത്രയും ഡെവലപ്പ് ആയിട്ടുള്ള വോയിസ് ബോക്സ് ആയതുകൊണ്ടാണ് ഇത്രയും ബേസ് വരുന്നത് ശബ്ദത്തിന്. സ്ത്രീകൾക്ക് അത്ര ഡെവലപ്പ് ആകാത്തത് കൊണ്ട് ശബ്ദം അത്യാവശ്യം എന്ത് ചെയ്യും? ബേസ് കുറവായിരിക്കും അല്ലേ? നല്ല കിളിനാദമായിരിക്കും. ഇതാണ് ലാരിങ്സ് വോയിസ് ബോക്സ്. ഈ രണ്ട് ടേം തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഫാരിങ്സും ലാരിങ്സും തമ്മിൽ തിരിഞ്ഞു പോകരുത്. പ്രത്യേകിച്ച് നമ്മൾ PSCക്കാർക്ക് കേട്ടാൽ ഒരുപോലെ ഇരിക്കുന്ന ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഫാരിങ്സ്? ഫാരിങ്സ് എന്താണ്? കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അതാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, ഈസോഫാഗസ് ആൻഡ് ട്രക്കിയ ഓപ്പൺ ഇൻ ടു ഫാരിങ്സ്. ഈസോഫാഗസും ട്രക്കിയയും എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദിച്ചാൽ എവിടെയാണ്? ഫാരിങ്സിലേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈസോഫാഗസും ട്രക്കിയയും എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു? ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്നു പറയുന്നുണ്ട്. നോക്കാം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ് എപ്പിഗ്ലോട്ടിസ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ് ഈ അടയുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? എപ്പിഗ്ലോട്ടിസ്. നോക്കുക, ഫുഡ് വന്നു, അതിൽ വീണു, നോക്ക് വിൻഡ് പൈപ്പ് അടഞ്ഞു, നേരെ ഫുഡ് അത് പോകേണ്ട വഴിയെ പോയി. ചില സമയങ്ങളിൽ ഇത് കൃത്യമായിട്ട് വരത്തില്ല. ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ ഏറും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരെ അകത്തോട്ടിറങ്ങി പോകും. മിക്കവാറും ഫുഡ് പോകാറില്ല, എന്തെങ്കിലും ഒരു ചെറിയ പാർട്ടിക്കിൾ അവിടെ തട്ടത്തേ ഉള്ളൂ. അവിടെ ശരിക്കും പറഞ്ഞാൽ അതിനകത്തോട്ട് ഫുഡൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആസ്പിറേഷൻ ചെന്ന് ന്യൂമോണിയ അടിച്ച് ചത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോഴോ കരഞ്ഞ സമയത്ത് മരുന്ന് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം എന്താണ്? കരഞ്ഞതിന് ചിലവർ ഇങ്ങനെ വലിക്കും അല്ലേ, ഏക്കം പിടിക്കും. ആ സമയത്ത് ഫുഡ് അല്ലെങ്കിൽ മരുന്ന് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മളെ വിൻഡ് പൈപ്പിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് തടയുന്ന പറഞ്ഞ ഫ്ലാപ്പിന് പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് അല്ലേ? എപ്പിഗ്ലോട്ടിസ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ഗ്ലോട്ടിസ്. ഓപ്പണിംഗ് ഓഫ് വിൻഡ് പൈപ്പിന് പറയുന്ന പേരാണ് ഗ്ലോട്ടിസ് കേട്ടോ. എന്താണ് ഗ്ലോട്ടിസ്? ഈ ഗ്ലോട്ടിസ് എന്താണ്? ഈ പറയുന്ന വിൻഡ് പൈപ്പിന്റെ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ്. ഓക്കെ, ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്യുന്നതുകൊണ്ട് അതിനെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നു. ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഫ്ലാപ്പിനെ നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നു. ഓക്കെ ആണ്. ഫാരിങ്സ് മനസ്സിലായി? എന്താണ് ഫാരിങ്സ്? ഫാരിങ്സ് ഈസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അതേപോലെ ട്രക്കിയയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് വിൻഡ് പൈപ്പ്. ട്രക്കിയയും ഈസോഫാഗസും ഫാരിങ്സിലേക്കാണ് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. അതുപോലെ എ കാർട്ടിലേജസ് ഫ്ലാപ്പ് കോൾഡ് എപ്പിഗ്ലോട്ടിസ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ഗ്ലോട്ടിസ്. നോക്കാം, നമ്മൾ കണ്ടതാണ് ഫുഡിന്റെ ഗ്ലോട്ടിസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ തടയുന്ന ഒരു കാർട്ടിലേജസ് ഫ്ലാപ്പിന് പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ്. മറന്നു പോകണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് സഹായിക്കുന്നത്. ഇനി നമുക്ക് വിൻഡ് പൈപ്പിലേക്ക് പോകാതെ ഭക്ഷണത്തിനെ ഗാർഡ് ചെയ്ത് എങ്ങോട്ട് എത്തിച്ചു? ഈസോഫാഗസിലേക്ക് എത്തിച്ചു അല്ലേ? ഈസോഫാഗസിൽ എത്തിച്ചാൽ നോക്കാം, എന്താണ് ഈസോഫാഗസ്? നോക്കാം,
The esophagus is a thin, long tube which extends posteriorly. Anteriorly അല്ല, posteriorly. Anterior, posterior. Anterior frontal, posterior backൽ. Anterior frontal, posterior backൽ. ഓർത്ത് വയ്ക്കുക. ദാ ഇത് കണ്ടോ, ആന്റീരിയർലി പോകുന്ന ഏതാണ്? വിൻഡ് പൈപ്പാണ് അല്ലേ? വിൻഡ് പൈപ്പിന്റെ പോസ്റ്റീരിയർ ആയിട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ ഈസോഫാഗസ് പോകുന്നത്. മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഈസോഫാഗസ് ഈസ് എ തിൻ ലോങ് ട്യൂബ് വിച്ച് എക്സ്റ്റെൻഡ്സ് പോസ്റ്റീരിയർലി പാസിംഗ് ത്രൂ ഏതിലൂടെ എല്ലാം പോകുന്നുണ്ട്? നെക്കിലൂടെ പോകുന്നുണ്ട് അല്ലേ? കഴുത്തിലൂടെ പോകുന്നില്ലേ? അത് കഴിഞ്ഞ എങ്ങോട്ട് പോകുന്നുണ്ട്? തൊറാക്സ്. എന്താ തൊറാക്സ് എന്ന് പറഞ്ഞാല്? ഈ കാണുന്ന സാധനമാണ് തൊറാക്സ്. എന്ത്? നമ്മൾ ഈ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോവുകയും പുറത്തോട്ട് വരികയോ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ നെഞ്ചാങ്കൂട് അതാണ് തൊറാക്സ്. നിങ്ങൾ അത്ര മനസ്സിലാക്കി വെക്കുക, തൊറാക്സ്. അപ്പോൾ തൊറാക്സിലൂടെ പോകുന്നുണ്ട്. ഇനി തൊറാക്സിനെ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുമായിട്ട് വേർതിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോക്ക്. ഇത്തരത്തിൽ ഒരു ഡയഫ്രം ഉണ്ട്. ഡയഫ്രം. അപ്പോൾ എന്താണ് ഡയഫ്രം? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ ചുവന്ന കളറിട്ട് വരയ്ക്കാം. ഡയഫ്രം, ഒരു ഡയഫ്രം ഉണ്ട്. എന്താണ് ഡയഫ്രം എന്നൊക്കെ പറഞ്ഞു തരാം, ഇപ്പോഴേ മനസ്സിലാക്കി പോയിക്കോളൂ. നോക്ക്, ഇവിടെ എന്തുണ്ട്? നമുക്ക് ഈ വിൻഡ് പൈപ്പ് വന്നിട്ട് രണ്ട് ശ്വാസകോശങ്ങൾ ഇവിടെയും ഉണ്ടല്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അതുകൊണ്ടോ ശ്വാസകോശമുണ്ട്. ഈ ശ്വാസകോശം നമ്മുടെ റെസ്പിറേഷനെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഡയഫ്രം എന്ന് മനസ്സിലാക്കുക. എന്താണ്? നമുക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കണമെങ്കിൽ ഡയഫ്രം താഴോട്ട് വലിഞ്ഞ് അവിടെ വ്യാപ്തം സൃഷ്ടിക്കും. നമ്മൾ ശ്വാസം വിടുമ്പോൾ ഡയഫ്രം നേരെ മുകളിലോട്ട് വന്ന് എന്ത് ചെയ്യും? ശ്വാസം പുറത്തേക്ക് പോകും. ഇത്രയും കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡയഫ്രത്തിന് മുറിവേക്കുകയല്ല, ഡയഫ്രം പൊട്ടിപ്പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചത്തുപോകും. വേറെ കുഴപ്പമൊന്നുമില്ല, ചത്തുപോകും. ഈ ശ്വാസം എടുപ്പൊന്നും മര്യാദയ്ക്ക് നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണ്? ഈ ഈസോഫാഗസ് ഏതിലൂടെയൊക്കെ പോകുന്നുണ്ട്? നെക്കിലൂടെ പോകുന്നുണ്ട് അല്ലേ? അടുത്ത ഇതാണ് തൊറാക്സ്. ഈ തൊറാക്സ് എന്ന് പറഞ്ഞാൽ ക്യാവിറ്റിയുള്ളിൽ പോകുന്നുണ്ട്. പിന്നെ ഈ ഡയഫ്രം കൂടെ പാസ് ചെയ്താണ് താഴോട്ട് പോകുന്നത്. ഇങ്ങനെയാണ് ഇത് പോകുന്നത് മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൊമക്ക് നോക്കാം. എന്താണ് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ? സ്റ്റൊമക്ക് ഈസ് എ ജെ ഷേപ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ. അതിന് ഷേപ്പ് ഉണ്ട്, ജെ പോലെ ഷേപ്പ് അല്ലേ? നോക്കണേ, ജെ ഷേപ്പ് അല്ലേ? നോക്ക്, ജെ പോലെ ഷേപ്പ് തന്നെയാണ്, ശരിയാണ്. അതൊരു ബാഗ് ലൈക്ക് സ്ട്രക്ചറാണ്, ബാഗ് പോലത്തെ സ്ട്രക്ചറാണ്. കാരണം അവിടെ കുറച്ച് പണിയെടുക്കാനുണ്ട് ആഹാരത്തിൻ്റെ മുകളിൽ. അതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത് ഫുഡ് നേരെ താഴോട്ട് വന്നു. നമുക്ക് ഒരു കഴിവുണ്ട്, എന്താ? ഫുഡ് നേരെ താഴോട്ട് ഇറക്കാനുള്ള കഴിവുണ്ടല്ലേ? നമ്മളിങ്ങനെ വിട്ടാൽ മതി, അതിങ്ങനെ ഉരുണ്ട് പൊക്കോളും. ആ മോഷന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മോഷൻ അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. നമ്മൾ ഒരു ഉരുള ഇങ്ങനെ വീഴും കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുണ്ട് താഴെ പൊക്കോളും. മുകളിലോട്ട് റിവേഴ്സ് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇല്ല. തിരിച്ചെടുക്കുക, കഴിച്ച ആഹാരം അയ്യോ വേണ്ടായിരുന്നു തിരിച്ചെടുക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റത്തില്ല. അതിന് കാരണം ഒന്ന് റിവേഴ്സ് പെരിസ്റ്റാൾസ് ഇല്ല, പിന്നെ വേറൊന്നുണ്ട്, ചില സമയങ്ങളിൽ റിവേഴ്സ് പെരിസ്റ്റാൾസ് വരും കേട്ടോ. പല കാരണങ്ങളാൽ നമുക്ക് അത് വാള് പുറത്തേക്ക് വരാം. അപ്പോൾ ഇതിന് എതിരെ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ സ്ഫിങ്ചർ മസിൽ, മസ്കുലാർ സ്ഫിങ്ചർ. അതിന് നമ്മൾ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചർ എന്ന് പറയും. ഇവിടെയാണ് അത് കാണപ്പെടുന്നത്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചർ എന്ന് പറയും. അപ്പോൾ ഈ സാധനം ഉള്ളതുകൊണ്ടാണ് തിരിച്ച് സാധാരണ നമ്മൾ കഴിച്ച സാധനങ്ങളും എല്ലാം നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ ഞെക്കിയൊന്നും എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ ഇത് പുറമേക്ക് വരികയും ചെയ്യും. എന്താണ് വരുന്നത്? മസ്കുലാർ സ്ഫിങ്ചർ അവിടെ ഉണ്ട്. സ്ഫിങ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും പഠിക്കും. സ്ഫിങ്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അതായത് ഇതൊരു ദ്വാരമാണെന്ന് വയ്ക്കുക, ഇതൊരു ദ്വാരം. ഈ ദ്വാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇരുന്നാൽ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും അല്ലേ? ഇത് ഇങ്ങനെ മുറുകിയിരിക്കുന്ന ഒരു ദ്വാരമാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം ബലം പ്രയോഗിച്ച് തുറക്കാൻ പറ്റും. ഇതാണ് സ്ഫിങ്ചർ. ഇത്തരത്തിലുള്ള മസിൽസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മസ്കുലാർ സ്ഫിങ്ചർ എന്ത് ചെയ്യുന്നു? ഈസോഫാഗസിന്റെ സ്റ്റൊമക്കിലേക്കുള്ള ഓപ്പണിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഏതാണ്? ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചർ ആണ്. എന്താണ് ഗ്യാസ്ട്രോളജി? നമ്മുടെ ആമാശയത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഗ്യാസ്ട്രോ അല്ലേ? വയറിലെ ആമാശയം. അപ്പോൾ ഈസോഫാഗസും ഗ്യാസ്ട്രോയും. അപ്പോൾ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ ഇത് രണ്ടിനിടയിൽ കാണുന്ന സ്ഫിങ്ചർ ആയതുകൊണ്ട് അങ്ങനെ പേര് വന്നു, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചർ. ഇനി നോക്കാം. ദ സ്റ്റൊമക്ക് ലൊക്കേറ്റഡ്, എവിടെയാണ് സ്റ്റൊമക്ക്? അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. ക്യാവിറ്റി ആണെന്ന് ഓർക്കണം. ക്യാവിറ്റി നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ടും എന്തുണ്ട്? അബ്ഡോമിനൽ ക്യാവിറ്റി ഉണ്ട്, തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ തൊറാക്സ് ഉണ്ട്, പിന്നെ ഒരു പെൽവിക് ക്യാവിറ്റി ഉണ്ട് കേട്ടോ. പെൽവിക് ക്യാവിറ്റി ഉണ്ട്. പ്രധാനമായിട്ട് ഈ 3 ബോഡി ക്യാവിറ്റീസാണ് ഉള്ളത്. പിന്നെ ക്യാവിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്.
നേത്രഗോഡരം, ഓർബിറ്റ്, അതൊരു ക്യാവിറ്റിയാണ്. പക്ഷേ ഇത്തരത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ബോഡി ക്യാവിറ്റീസ് എന്ന് പറയുമ്പോൾ തൊറാക്സിക് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി, പിന്നെ ഒരു പെൽവിക് ക്യാവിറ്റി. പെൽവിക് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ റീനൽ പെൽവിസ്, അത് ഓർത്താ വെച്ച് പെൽവിസ്, റീനൽ പെൽവിസ്, വൃക്ക അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം കാണപ്പെടുന്നത് പെൽവിക് ക്യാവിറ്റിയിലാണ്. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻസ് ആണ് കാണപ്പെടുന്നത്. തൊറാക്സിക് ക്യാവിറ്റിയിൽ ഹൃദയവും പിന്നെ എന്താണ് ശ്വാസകോശവും, ഇത്രയും കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ആമാശയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയിലെ അപ്പർ ലെഫ്റ്റ് പോർഷൻ കണ്ടില്ലേ, ഇതാ ഇങ്ങനെ നിൽക്കുന്ന ആളിൻ്റെ ഇങ്ങനെ ഇത് അബ്ഡോമിനൽ ക്യാവിറ്റി ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് തൊറാസിക് ക്യാവിറ്റി ആണ്, വേറെ ക്യാവിറ്റിയാണ് കേട്ടോ. ഇതിന് രണ്ടായിട്ട് തിരിച്ചാൽ നമുക്ക് അപ്പർ ലെഫ്റ്റ് അല്ലേ, ഇത് മുകളിൽ ലെഫ്റ്റ്, ഇത് അപ്പർ റൈറ്റ്, ഇത് ലോവർ റൈറ്റ്, ഇത് ലോവർ ലെഫ്റ്റ് അല്ലേ. അപ്പർ ലെഫ്റ്റ് പോർഷനിലാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ എന്ത് കാണുമ്പോൾ സ്റ്റൊമക്ക് കാണപ്പെടുന്നത്. ഇനി നോക്കാം, 4 മേജർ പാർട്സ് ഉണ്ട് പ്രധാനമായിട്ടും. കാർഡിയാക് പോർഷൻ അല്ലെങ്കിൽ കാർഡിയ എന്ന് വിളിക്കുന്നൊരു പോർഷൻ ഉണ്ട്. അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഫിങ്ക്റ്റർ മസിൽ കാണപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ പോർഷൻ വെയർ ഈസോഫാഗസ് എൻറ്റേഴ്സ് ഇൻ ടു സ്റ്റൊമക്ക്. കാർഡിയാക് പോർഷൻ. നമ്മുടെ ഹൃദയം ഏത് ഭാഗത്താണ്, ലെഫ്റ്റ് ഭാഗത്ത്. അപ്പോൾ നോക്ക്, ഹൃദയം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, ഇങ്ങനെയായിരിക്കും ഹൃദയം ഇരിക്കുന്നത് അല്ലേ, അല്ലേടേ ലെഫ്റ്റ് ഭാഗത്തിലെ ഹൃദയം ഇങ്ങനെയാണ് ഹൃദയം ഇരിക്കുന്നത്. ഇതിനപ്പുറം എന്നുണ്ട് നമുക്ക് ശ്വാസകോശമില്ല. അപ്പോൾ ആ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്ന ഭാഗമായിട്ടാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത്, കാർഡിയാക് പോർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കാർഡിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈസോഫാഗസ് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കാർഡിയാക് പോർഷൻ, 2 ഫണ്ടിക് റീജിയൻ. എന്താണ് ഫണ്ടിക് റീജിയൻ? ഫണ്ടസ് എന്ന് പറയുന്ന ഭാഗം ഇതൊരു സഞ്ചി പോലെ മുകളിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് തുറക്കുന്നത്, നേരെ ഇവിടെയല്ല വന്ന് തുറക്കുന്നത്, ഇവിടെയാണ് തുറക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മുകളിലോട്ട് നീങ്ങിയിരിക്കുന്ന ഭാഗത്തിന് പറയുന്നതാണ് ഫണ്ടിക് റീജിയൻ. ഇനി നോക്കാം, ഒരു ബോഡി പാർട്ടുണ്ട് അല്ലെങ്കിൽ മെയിൻ സെൻട്രൽ പാർട്ടുണ്ട്, അതാണ് ഈ കാണുന്ന ഭാഗമാണ് ബോഡി അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പൈലോറിക്. ഈ പൈലോറിക് എന്ന് പറയുന്ന ഭാഗത്തൂടെയാണ് എന്ത് സംഭവിക്കുന്നത്, സ്മാൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇത് തുറക്കുന്നത്. ഇതാണ് പൈലോറിക്. ഓക്കെ, പ്രധാനമായിട്ടും 4 മേജർ പാർട്സ് ഉണ്ട്. എന്താണ് ഈ ഭാഗം, ഇത് എൻ്റർ ചെയ്യുന്ന ഈസോഫാഗസ് എന്ന് എൻ്റർ ചെയ്യുന്ന ഭാഗം കാർഡിയ. അത് കഴിഞ്ഞ് മുകളിലോട്ട് കഴിക്കുന്ന ഫണ്ടസ് ഇങ്ങനെ ഓർത്താൽ ഫണ്ടസ് മുകളിലോട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്ന സഞ്ചി വെള്ളം ഫണ്ടസ്. പിന്നെ ബോഡി പാർട്ട് നമുക്ക് ഒരു സംശയം വേണ്ട, കാരണം മെയിൻ ബോഡി അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് എന്നെല്ലാം പറയുന്നത് എല്ലാത്തിനും സെയിം ആണ്. അപ്പോൾ പ്രധാന ഓർത്തിരിക്കുന്ന കാർഡിയ, മുകളിലിരിക്കുന്ന ഹൃദയത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിൻ്റെ അടുത്തിരിക്കുന്ന കാർഡിയ എന്ന് മനസ്സിലാക്കാം. ഫണ്ടസ് പൊങ്ങിയിരിക്കുന്നത് ബോഡി നമുക്കറിയാം അല്ലെ, അതിൻ്റെ മെയിൻ ബോഡി. അതുപോലെ പിന്നെ ഉള്ളത് പൈലോറിക്. ഇനി ഒന്നും മാറിപ്പോകത്തില്ലല്ലോ. പൈലോറിക് നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, സ്മാൾ ഇൻറ്റസ്റ്റൈനിലോട്ട് ബാക്കി ഫുഡ് പാർട്ടിക്കിൾസ് പോകുന്നത് ആ ഭാഗത്തു നിന്നാണ്. അതാണ് സ്മാൾ ഇൻറ്റസ്റ്റൈനിലോട്ട് തുറക്കുന്ന ഭാഗം. ഇത്രയും മനസ്സിലായല്ലോ ഇല്ലേ. അപ്പോൾ മസ്കുലാർ സ്ഫിങ്ക്റ്റർ, ഗ്യാസ്ട്രോ ഈസോഫൈൽ സ്ഫിങ്ക്റ്റർ ഉണ്ട്. എന്താണ് നമ്മുടെ ഫുഡിൻ്റെ മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന സാധനം അവിടെ ഇരിപ്പുണ്ട്. എവിടെയാണ്, കാർഡിയയിൽ ഇരിപ്പുണ്ട്. എവിടെയാണ് കാണപ്പെടുന്നത്, അപ്പർ ലെഫ്റ്റ് പോർഷനിലാണ് കാണപ്പെടുന്നത്, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചു. സ്റ്റൊമക്കിനെ കുറിച്ച് ഇത്രയും നോക്കാനുള്ളൂ. ഇനി നോക്കാം സ്മാൾ ഇൻറ്റസ്റ്റൈൻ. എന്താണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ? ചെറുകുടൽ അല്ലേ, ചെറുകുടൽ. നമുക്കിതിനെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വായിൽ വെച്ചാണ് നമ്മുടെ ദഹന പ്രക്രിയ തുടങ്ങുന്നത്. നമ്മൾ ചവച്ചരയ്ക്കാൻ തുടങ്ങി അല്ലേ, സാധനങ്ങൾ ചവച്ചരച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ വന്നാൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് കുറേ ദഹനരസങ്ങളായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അവിടെ മെക്കാനിക്കൽ ബ്രേക്ക് ഡൗൺ ഉണ്ട്. വയർ ഇങ്ങനെയായിട്ട് ഇടിക്കുക തന്നെ. അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അതിനെ ഇടിച്ച് റെഡിയാക്കി സെറ്റ് ചെയ്ത് കുറേ നമ്മുടെ ദഹനരസങ്ങളുമായിട്ട് ചേർത്തിട്ട് അതിനെ അബ്സോർബ് ചെയ്യാൻ പാകത്തിനാക്കിയതിന് ശേഷമാണ് എങ്ങോട്ട് വിടുന്നത്, സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ വിടുന്നത്. അപ്പോൾ സ്മാൾ ഇൻറ്റസ്റ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പോഷക ഘടകങ്ങളെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇച്ചിരി സമയമെടുക്കുന്ന ഒരു പണിയാണ്. അതുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ ചുളുങ്ങി ഒരുപാട് ദൂരത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ഫുഡ് ഇങ്ങനെ വന്ന് ഇതിനകത്തൂടെ പോയി കുറേ സമയം കഴിഞ്ഞിട്ടേ ഇവിടത്തുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ആ സമയം മൊത്തം ഇത് അബ്സോർബ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിന് അബ്സോർബ് ചെയ്യാനുള്ള സമയമാണ്. വെള്ളത്തിന് അബ്സോർബ് ചെയ്യാൻ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാം. അതിനാണ് ഈ പറഞ്ഞ വൻകുടൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നോക്കാം, അതിന് പ്രധാനമായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക: ഡിയോഡിനം, ജിജിനം, ഇലിയം. ഈ ഓർഡർ ഒരിക്കലും മറന്നു പോകരുത്. ഡിയോഡിനം, ജിജിനം, ഇലിയം, ഡിയോഡിനം, ജിജിനം, ഇലിയം, ഡിയോഡിനം, ജിജിനം, ഇലിയം, ഡിയോഡിനം, ജിജിനം, ഇലിയം. അപ്പോൾ ഡിയോഡിനം എന്താണെന്ന് നോക്കാം. ഈ സി ഷേപ്പ്ഡ് ആയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഡിയോഡിനം. ഇവിടുന്ന് സ്റ്റൊമക്കിൽ നിന്ന് നേരെ ഇവിടെ വരെ എത്തുന്ന ഭാഗം, ഇതാണ് ഡിയോഡിനം. ഇനി ജിജിനം എന്താണെന്ന് നോക്കാം. ജിജിനം എന്താ? ലോങ് കോയിൽഡ്, വളരെ നീളത്തിൽ കോയിൽഡ് ആയിട്ട് ഇങ്ങനെ ചുരുണ്ടി കിടക്കുന്ന ഭാഗമാണെന്ത്? ജജുനം.
ആ നീല കളറിൽ കാണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും ഹൈലി കോയിൽഡായിട്ട് പച്ച നിറത്തിൽ കാണപ്പെടുന്ന സംഭവമാണ് എന്ത്? ഇലിയം. ഡിയോഡിനം, ജിജിനം, ഇലിയം. നമുക്ക് പെൽവിക് ക്യാവിറ്റി പഠിക്കുമ്പോൾ അവിടെ വേറെ ഇലിയം പഠിക്കും. അതൊരു എല്ലിൻ്റെ പേരാണ് ഇലിയം എന്ന് പറയുന്നത്. അത് നോക്കണ്ട. ഇവിടെ ഡിയോഡിനം, ജിജിനം, ഇലിയം. നോക്കുക, ഡിയോഡിനം, ജിജിനം, ഇലിയം. ഡിയോഡിനം, ജിജിനം, ഇലിയം. ആദ്യം സി ഷേപ്പ്ഡായിട്ട് കാണപ്പെടുന്ന ഡിയോഡിനം, പിന്നെ കോയിൽഡായിട്ട് കാണപ്പെടുന്നത് ജിജിനം, അത് കഴിഞ്ഞിട്ട് ഹൈലി കോയിൽഡായിട്ട് കാണപ്പെടുന്ന ഭാഗം ഇലിയം. ഇനി നോക്കാം, ഈ ഇലിയമാണ് എങ്ങോട്ട് വരുന്നത്? നമ്മുടെ വൻകുടലിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു സ്ഫിങ്ചർ പഠിക്കാനുണ്ട് നോക്കാം. നേരത്തെ നമ്മൾ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചർ പഠിച്ചു. ഇവിടെ നിന്നാണ് ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമക്ക് ഇൻ ടു ഡിയോഡിനം ഈസ് ഗോഡഡ് ബൈ പൈലോറിക് സ്ഫിങ്ചർ. എന്താണ്? പൈലോറിക് സ്ഫിങ്ചർ. പൈലോറിക് സ്ഫിങ്ചർ നമ്മൾ രണ്ട് സ്ഫിങ്ചർ മസിൽ പഠിച്ചു. ഒന്ന് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചറും രണ്ടാമത്തത് പൈലോറിക് സ്ഫിങ്ചറും പഠിച്ചു അല്ലേ? പൈലോറിക് സ്ഫിങ്ചർ എന്താണ്? സ്റ്റൊമക്കിൽ നിന്നുള്ള ആഹാര പദാർത്ഥങ്ങൾ ഡിയോഡിനത്തിലേക്ക് അപ്പോൾ അവിടെ ഉണ്ടോ? അവിടെ ഒരു ചെറിയൊരു ഒരു ഇതുണ്ട്, സ്ഫിങ്ചർ മസിലുണ്ട്. ഇവിടെയും ഉണ്ട് എന്തുണ്ട്? ഒരു സ്ഫിങ്ചർ മസിലുണ്ട്. മനസ്സിലായില്ലേ? അതിനെയാണ് മുകളിൽ കാണപ്പെടുന്ന ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചർ എന്നും താഴെ കാണപ്പെടുന്ന സ്ഫിങ്ചർ മസിൽ നമ്മളെന്ന് പറയുന്നു പൈലോറിക് സ്ഫിങ്ചർ എന്നും പറയുന്നു. ഇനി നോക്കാം, ഇലിയം ഓപ്പൺസ് ഇൻ ടു ദ ലാർജ് ഇൻഡസ്റ്റൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാനുള്ളത്. പ്രധാനമായിട്ടും ചെറുകുടലിനെ സംബന്ധിച്ച് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ +1 +2 ആയപ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ കൊടുത്തേക്കണതേ ഉള്ളൂ. ഓർത്ത് വയ്ക്കുക. പ്രധാനമായിട്ടും 3 പാർട്ട്. ആദ്യത്തെ സി ഷേപ്പ്ഡായിട്ട് കാണപ്പെടുന്ന എന്താണ്? ഡിയോഡിനം, പിന്നെ കോയിൽഡായിട്ട് കാണപ്പെടുന്ന ജിജിനം, പിന്നെ ഹൈലി കോയിൽഡായിട്ട് കാണപ്പെടുന്ന ഇലിയമാണ് എങ്ങോട്ട് തുറക്കുന്നത്? അറിയാം, അവസാനത്തെ പാർട്ടില്ലേ. അപ്പോൾ എന്താണ്? വൻകുടലിലേക്ക് തുറക്കുന്നത് അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്റ്റൈൻ തുറക്കുന്നത് ഇലിയമാണ്. ഓക്കെ. ഇനി രണ്ട് സ്ഫിങ്ചർ മസിൽ പഠിച്ചു. ഒന്നെന്താണ്? ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ചർ അല്ലേ? മുകളിൽ കാണപ്പെടുന്ന സ്ഫിങ്ചർ മസിൽ, താഴെ കാണപ്പെടുന്ന സ്ഫിങ്ചർ മസിൽ എന്താണ്? പൈലോറിക് സ്ഫിങ്ചർ അല്ലേ? വെരി ഗുഡ്. അപ്പോൾ എല്ലാം ഓർമ്മയുണ്ട്. ഇനി നമുക്ക് ലാർജ് ഇൻഡസ്റ്റൈനിലോട്ട് പോകാം. എന്താണ് ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ? എന്നാൽ ലാർജ് ഇൻഡസ്റ്റൈൻ വലിയ കുടൽ, വൻകുടൽ അല്ലേ? ലാർജ് ഇൻഡസ്റ്റൈൻ അത് തന്നെയാണ്. ഈ വൻകുടലിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? വെള്ളത്തിൻ്റെ അബ്സോർപ്ഷനാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. ലാർജ് ഇൻഡസ്റ്റൈൻ കൺസിസ്റ്റ് ഓഫ് സീക്കം, കോളോൺ ആൻഡ് റെക്ടം. അപ്പോൾ നമ്മൾ നോക്കും, ഇത് സീക്കം, ഇത് കോളോൺ, ഇത് റെക്ടം. അങ്ങനെയല്ല. അപ്പോൾ എന്താ സീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് എന്ത് വന്ന് തുറക്കുന്നത്? ചെറുകുടൽ വന്ന് തുറക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ചെറുകുടലിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഈസോഫാഗസ് നമ്മുടെ ആമാശയത്തിൽ തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൈൻഡ് പൗച്ച് മുകളിലോട്ട് ഇങ്ങനെ ഉരുണ്ട് ഫണ്ടസ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലേ? അതേപോലെയുള്ള ബ്ലൈൻഡ് പൗച്ചാണ് ഈ കാണുന്ന. ഇങ്ങോട്ട് തള്ളി നിൽക്കും. ഇവിടെയാണ് തുറക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടൊരു തള്ളലുണ്ട്. ഇതാണ് സീക്കം. ഇവിടെ തുറക്കുന്നു, എന്നാൽ ഇങ്ങോട്ട് തള്ളിക്കും. ഇവിടെ എല്ലാം ഒന്ന് തുറക്കുന്നത് മനസ്സിലായി? അപ്പോൾ ഇവിടെ തുറക്കുന്നു, ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നു. അത്തരത്തിലുള്ള ബ്ലൈൻഡ് പൗച്ചാണ്. സീക്കം ഈസ് എ സ്മാൾ ബ്ലൈൻഡ് സാക്ക് വിച്ച് ഹോസ് സം സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസം. സിംബയോസിസ് എന്താണ്? സിംബയോസിസ് ജീവനുമായിട്ട് ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കുക. ഐക്യമുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഐക്യത്തോടെ ജീവിക്കുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ശരീരത്തിന് ഗുണകരമായി വർത്തിക്കുന്ന കുറച്ച് മൈക്രോ ഓർഗാനിസംസ് എവിടെയുണ്ട്? സീക്കത്തിലുണ്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ദഹന പ്രക്രിയ കഴിഞ്ഞാൽ ആഹാര പദാർത്ഥത്തിനെ കുറച്ച് ജീർണിപ്പിക്കേണ്ട ആവശ്യമായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു അജീർണ പ്രവർത്തനം എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പലപ്പോഴും മീഥേൻ ഗ്യാസ് നമ്മുടെ വയറ്റിലുള്ള ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അത് കുറച്ച് വൈറ്റമിൻ ബി കോംപ്ലക്സ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. ഓക്കെ. അപ്പോൾ എന്താണ് സീക്കം? സീക്കം ഈസ് എ സ്മാൾ ബ്ലൈൻഡ് സാക്ക് വിച്ച് ഹോസ്റ്റ് സം സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ. കുറച്ച് മൈക്രോ ഓർഗാനിസത്തിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്താ? സീക്കം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഒരു വെസ്റ്റിജിയൽ ഓർഗൻ ഉണ്ട്. എ നാരോ ഫിംഗർ ലൈക്ക് ട്യൂബുലാർ പ്രൊജക്ഷൻ, ദ വെർമിഫോം അപ്പൻഡിക്സ്. നമുക്ക് വയറുവേദന എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം നോക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു നോക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഈ ഭാഗത്താണ് വേദന, ഈ ഭാഗത്താണ് വേദന എന്ന് ചോദിക്കും. വയറുവേദന വന്നു കഴിഞ്ഞാൽ ഈ അപ്പൻഡിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഭാഗത്ത് വേദന ഉണ്ടെന്ന് ചോദിക്കുന്നത്. ഇത് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു വെസ്റ്റിജിയൽ ഓർഗനാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു ഓർഗൻ. എന്താ വെസ്റ്റിജിയൽ ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിൽ ഉപയോഗമൊന്നും ഇല്ലാത്ത പല ഓർഗൻസും നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിൽ പണ്ട് എന്നുണ്ടായിരുന്നു? നമ്മുടെ ശരീരത്തിലല്ല. ബേസിക്കലി നമ്മൾ പരിണാമം പറയുമ്പോൾ നമ്മൾ പണ്ട് പാഠപുസ്തകത്തിൽ പഠിച്ച പോലെ ഒരിക്കലും കുരങ്ങ് പരിണമിച്ചല്ല മനുഷ്യനുണ്ടായത്.
നിങ്ങളത് മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കുരങ്ങ് പരിണമിച്ചിട്ടല്ല മനുഷ്യനുണ്ടായിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് കുരങ്ങും നമ്മൾക്കും കുരങ്ങിനും പണ്ടൊരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ നിൽക്കുന്ന ഒരാൾ പരിണമിച്ച് ഇതാകുന്നു, ഇത് പരിണമിച്ച് ഇതാകുന്നു, അങ്ങനെയല്ല. ഇതൊരു ശാഖോപശാഖകളായിട്ട് വിരിയുന്നൊരു പ്രോസസ്സാണ് എന്ത് പരിണാമം എന്ന് പറയുന്നത്. എന്താണ്? ഒരു മരം, അതിൻ്റെ തടി, ആ തടിയിൽ നിന്ന് 2 ശാഖ, ആ 2 ശാഖയിൽ 4 ശാഖ, 4 ശാഖയിൽ നിന്ന് 8 ശാഖ, അങ്ങനെ പോകുന്ന പ്രക്രിയയാണ് പരിണാമം. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ എന്താണ്? നമ്മളും ഓരോ ഇനത്തിലുള്ള കുരങ്ങന്മാരും പണ്ടൊരു പൊതുപൂർവികയിലുണ്ടായിരുന്നു. കുറച്ച് ഭാഗത്തുള്ള ആൾക്കാർ നമ്മളെപ്പോലായി, കുറച്ച് ഭാഗത്തുള്ള ഒരു മറ്റൊരു തരത്തിലുള്ള കുരങ്ങനായി, കുറച്ച് ഭാഗത്തുള്ള ആൾക്കാർ എന്താണ് ഉയരമുള്ള കുരങ്ങന്മാരായി, കുറച്ച് ഭാഗത്തുള്ള ആൾക്കാർ മരം കയറി കുരങ്ങന്മാരായി, അല്ലേ? മരം കയറാത്ത കുരങ്ങന്മാരുണ്ടോ? ഇല്ല. പക്ഷെ എന്നാലും ഗോറില്ലകൾ, അവർക്ക് മരം കയറേണ്ട ആവശ്യമില്ല, അവർ തറയുന്ന തന്നെ അവരെന്ത് ചെയ്യും? ആഹാരം കണ്ടെത്തും, അല്ലേ? ഇതാണ് പരിണാമം എന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് പരിണാമം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് എന്ത്? വാൽ എന്ന് പറയുന്നത്. വാൽ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വാലിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഇത്രയും നീളമുള്ള കൈകളുണ്ട്, നമുക്ക് അത്യാവശ്യം കൊതുവിനെ ഈച്ചനെയൊക്കെ തട്ടിക്കളയാനുള്ള എല്ലാ ശേഷിയാണ്. വാലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാല് നമുക്ക് എന്തായി പോയി. അത് കഴിഞ്ഞിട്ട് വാല് പോയത് കൊണ്ടാണ് നമുക്ക് കോസിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അതിൻ്റെ അടിയിലുണ്ട്. അതൊരു വെസ്റ്റിജിൽ ഓർഗനാണ്. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വെസ്റ്റിജിൽ ഓർഗനാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ വെർമിഫോം അപ്പൻഡിക്സ്. അതുകൊണ്ട് വയറുവേദനയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം അവിടെ പിടിച്ചു നോക്കണം. മിക്കവാറും അവിടെ വേദന സാധ്യതയുണ്ട്. കാരണം എന്താണ്? അവിടെ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ, ഒരു അരിയോ ഒരു എന്തെങ്കിലും ഒരു സാധനം, ദഹിക്കാത്തൊരു സാധനം, കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കാണും. അതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അത് റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും പലപ്പോഴും. അപ്പൻഡിക്സ് റിമൂവ് ചെയ്ത് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ഒരുപാട് പേര് കാണും. അപ്പോൾ ഇതൊരു വെസ്റ്റിജിൽ ഓർഗനാണ്. ദ നാരോ ഫിൻഡർ ലൈക്ക് സ്ട്രക്ചർ, ട്യൂബുലാർ പ്രൊജക്ഷൻ ഉണ്ട് അവിടെ. എന്താണ്? അതൊരു എന്താണ് പേര്? വെർമിഫോം അപ്പൻഡിക്സ്. വെർമിഫോം എന്ന് പറഞ്ഞാൽ വേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിര, വിര പോലെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന അപ്പൻഡിക്സ്. അത്രമാത്രം മനസ്സിലാക്കിയ ഒരു വെസ്റ്റിജിൽ ഓർഗനാണ്. സീക്കത്തിൽ നിന്നും എറേസ് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. ഇതാണ് വെർമിഫോം അപ്പൻഡിക്സ്, അല്ലേ? നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അത് ഇൻഫെക്ഷൻ ആയാൽ നമ്മൾ മുറിച്ച് കളയും, അല്ലേ? ഇനി നോക്കാം. ദ സീക്കം ഓപ്പൺസ് ഇൻ ടു കോളോൺ. സീക്കം എങ്ങോട്ട് തുറക്കുന്നു? കോളോണിലോട്ട് തുറക്കുന്നു. എന്താണ് സീക്കം? നമുക്കറിയാം, ഒരു സ്മാൾ ബ്ലൈൻഡ് ആയിട്ടുള്ള പൗച്ചാണ്, ഇത്രയും ഭാഗമുള്ള പൗച്ചാണ്, അല്ലേ? അപ്പോൾ അത് എങ്ങോട്ട് തുറക്കുന്നു? കോളോൺ. അപ്പോൾ കോളോണിൽ എത്ര ഭാഗമുണ്ടെന്ന് വേഗം നോക്കി പോകാം. കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ പേരറിയാൻ പറ്റും. മുകളിലേക്ക് നമ്മൾ സംഖ്യകൾ എഴുതുമ്പോൾ അതിനെ അസെൻഡിങ് ഓർഡർ എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്? അസെൻഡിങ് കോളോൺ. അതേപോലെ ട്രാൻസ്വേഴ്സ്, കുറുകെയുള്ളതിനെ ട്രാൻസ്വേഴ്സ് എന്ന് പറയും. എന്താണ്? ട്രാൻസ്വേഴ്സ് കോളോൺ, അല്ലേ? അതുപോലെ എന്താണ്? ഇനി താഴോട്ട് വരുന്നതിന് എന്ന് പറയും? ഡിസെൻഡിങ് എന്ന് പറയുമല്ലേ? യെസ്, ഡിസെൻഡിങ് കോളോൺ, പിന്നെ ഒരു സിഗ്മോയിഡ് കോളോൺ. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് നമ്മൾ മാറിപ്പോകത്തില്ല. എന്താണ്? അസെൻഡിങ് കോളോൺ മുകളിലോട്ട്, ട്രാൻസ്വേഴ്സ് കുറുകെയുള്ള കോളോൺ, ഡിസെൻഡിങ് താഴോട്ടുള്ള കോളോൺ, സിഗ്മോയിഡ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം. ഓക്കെ, ഇനി എന്താ വരുന്നത്? റെക്റ്റവും ഏനസും. എന്താ റെക്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചിട്ടുള്ള, അത് ദഹനം കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ, ഒരു വേസ്റ്റ് മെറ്റീരിയൽ അടങ്ങുന്ന ഭാഗത്തെ സ്റ്റോർ ചെയ്യുന്ന സംഗതിയാണ് റെക്റ്റം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. റെക്റ്റത്തിൽ ഈ പറയുന്ന സാധനം വരുന്നത് കൂടി നേരെ പുറത്തേക്ക് പോവുകയല്ല, അവിടെ ഒരു എക്സ്റ്റേണൽ ഏനൽ സ്പിങ്ചർ ഉണ്ട്. ഇപ്പോൾ മനസ്സിലായി കാണും എന്താണ് സ്പിങ്ചർ മസിൽ എന്ന്. ആവശ്യമുള്ള സമയത്ത് മാത്രമല്ലേ നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ പുറത്തോട്ട് കളയാറുള്ളൂ, ഇല്ലേടെ? ആണ്. അപ്പോൾ അത്തരത്തിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം ഓപ്പൺ ചെയ്യുന്ന മസിൽസിനെയാണ്, എല്ലാ സമയത്ത് നല്ല ടൈറ്റ്ലി ക്ലോസ് ആയിരിക്കുന്ന മസിൽസിനെയാണ് സ്ഫിങ്ചർ മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ഇൻസ്റ്റൈൻ ക്ലിയർ ആയി. ഇനി നമുക്കിൻ്റെ ഗട്ടിൻ്റെ സ്ട്രക്ചർ നോക്കാം. എന്താണ് ഗട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ അലിമെൻ്ററി കനാലിന് ആ ഒരു കുഴലിനാണ് ഗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ കുറുകെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിനകത്ത് എത്ര തരത്തിലുള്ള ലെയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കുഴലിനെ ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തേക്കാണ്. മനസ്സിലായി പറഞ്ഞത്? ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ദ വാൾ ഓഫ് എലിമെൻ്ററി കനാൽ ഫ്രം ഈസോഫാഗസ് ടു റെക്ടം പോസസസ് 4 ലെയേഴ്സ്. എത്ര? 4 ലെയേഴ്സ് ഉണ്ട്. നെയിംലി സിറോസ എന്ന് പറഞ്ഞാൽ പുറത്തെ ലെയർ, അതുപോലെ മസ്കുലാരിസ് എന്ന് പറഞ്ഞാൽ നടുക്കത്തെ ലെയർ, അതേപോലെ എന്താണ്? സബ് മ്യൂക്കോസ, അങ്ങനെ മൊത്തം 4 ലെയർ. സിറോസ, ഇത് രണ്ടും കൂടെ ചേർത്ത് മസ്കുലാരിസ്, ഇത് സബ് മ്യൂക്കോസ, ഏറ്റവും ഉള്ളിൽ മ്യൂക്കോസൽ ലെയർ. ഓക്കെ, ഇനി എന്താണ് സിറോസ എന്ന് നോക്കാം. സിറോസ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ തിൻ മീസോത്തീലിയം. എന്താണ് മീസോത്തീലിയം? മീസോത്തീലിയം ഈസ് എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗൻസ്. എന്താണ് എപ്പിത്തീലിയം? എപ്പിത്തീലിയം പുറമേ ഉള്ള സെൽസ്, അത് മാത്രം മനസ്സിലാക്കുക. പുറമേ ഉള്ള സെൽസാണ് എപ്പിത്തീലിയം, പുറമേ ഉള്ള സെൽസ്, കവർ ചെയ്യുന്ന സെൽസ്. ഓക്കെ, കവർ ചെയ്യുന്ന ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വിസറൽ ഓർഗൻസിൻ്റെ, വിസറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ്റിനകത്തുള്ള വിസറൽ ഓർഗൻസിൻ്റെ
എപ്പിത്തീലിയത്തിനാണ് നമ്മൾ മീസോ, അതായത് വിസറൽ ഓർഗൻസിൻ്റെ പുറമേയുള്ള ഭാഗം മേടപ്പ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്, അതിനെയാണ് നമ്മൾ മീസോത്തീലിയം എന്ന് പറയുന്നത്. ഓക്കെ, എപ്പിത്തീലിയം വിസറൽ ഓർഗൻസ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മീസോത്തീലിയം കൊണ്ടാണ് സിറോസ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതോടൊപ്പം ഇനി വരുന്ന മസ്കുലാരിസ്, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ് കേട്ടോ. പെരിസ്റ്റാൾട്ടിക് മോഷനെ കുറിച്ച് പഠിച്ചില്ലേ നമ്മൾ? പെരിസ്റ്റാൾട്ടിക് മോഷൻ, പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് സാധ്യമാകുന്നത് ഈ മസ്കുലാർ ലെയറിന്റെ സഹായത്തോടുകൂടി. മസ്കുലാരിസ് ഈസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ് യൂഷ്വലി അറേഞ്ച്ഡ് ഇൻടു ആൻ ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോങ്കിറ്റ്യൂഡിനൽ ലെയർ. സർക്കുലാർ മസിലുണ്ട്, ലോങ്കിറ്റ്യൂഡിനൽ മസിലുണ്ട്. സർക്കുലാർ വട്ടമുള്ള മസിൽ, ലോങ്കിറ്റ്യൂഡിൽ നീളത്തിലുള്ള മസിൽ. ഇത്ര മനസ്സിലാക്കുക. എന്താണ് ഇങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് വെച്ചോളൂ. ഇങ്ങനെയാണ് ഈ കുഴൽ പോകുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മസിലുണ്ട്. ക്രോസ് ഇങ്ങോട്ടുള്ള വട്ടമുള്ള മസിലുകൊണ്ട് ഇങ്ങനെ നീളത്തിനുള്ള ലോങ്കിറ്റ്യൂഡിനൽ മസിലുണ്ട്. ഇത് രണ്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ പെരിസ്റ്റാൾട്ടിക് മോഷനൊക്കെ സഹായിക്കുന്നത് ഈ രണ്ട് മസിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മസിൽസ് അതിനകത്തുണ്ടെന്നുകൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരുന്നത്, സബ്മ്യൂക്കോസൽ ലെയർ ഈസ് ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് കണ്ടെയ്നിങ് നെർവ്സ്, ബ്ലഡ്, ലിംഫ് വെസൽസ്. ഇതെല്ലാം ഉണ്ട്. ഇനി ഡിയോഡിനം എടുത്തു കഴിഞ്ഞാൽ ഗ്ലാൻഡ്സ് ആർ ആൾസോ പ്രസന്റ് ഇൻ സബ്മ്യൂക്കോസൽ ലെയർ. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? അതായത് ഇത് ഈ പറഞ്ഞ സബ്മ്യൂക്കോസൽ മസിൽ ഈ ഒരു ലെയറിലാണ് പ്രധാനമായിട്ട് ബ്ലഡ്, ലിംഫ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണപ്പെടുന്നത്. നെർവ് ഇതെല്ലാം കാണപ്പെടുന്നത് സബ്മ്യൂക്കോസൽ ലെയറിലാണ്. അതേപോലെ ഡിയോഡിനത്തിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്, ചില ഗ്ലാൻഡുകളും ഉണ്ട്. ഡിയോഡിനം എന്താണ്, സി ഷേപ്പ്ഡ്. എന്തിൻ്റെ ഭാഗമാണ്, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഭാഗമാണ് അല്ലേ. അവിടെ കുറച്ച് ഗ്ലാൻഡ്സും ഈ പറഞ്ഞ സബ്മ്യൂക്കോസയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? സിറോസ ഏറ്റവും പുറമേ ഉള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ മീസോത്തീലിയം കൊണ്ട് ഉണ്ടാക്കിക്കുന്ന ഒരു ചെറിയ ലെയർ. അത് കഴിഞ്ഞ് മസ്കുലാരിസും മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലെയർ അല്ലേ. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഔട്ടർ ലോങ്കിറ്റ്യൂഡിനായിട്ടുള്ള മസിൽസും ഉണ്ട്, സർക്കുലർ ആയിട്ടുള്ള മസിൽസും ഉണ്ട്. ഇതാണ് ഈ മസിൽസ് ഇങ്ങനെ പോകും, ഈ മസിൽസ് ഇങ്ങനെ ചുറ്റിയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് സബ്മ്യൂക്കോസ പഠിച്ചപ്പോൾ എന്താ മനസ്സിലാക്കിയത് നമ്മൾ? അതും കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന. അതിനകത്ത് എന്തൊക്കെയുണ്ട്, നെർവ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ലിംഫ് ഉണ്ട്. എന്തൊക്കെ അതെന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഈ ബ്ലഡും ലിംഫൊക്കെ വന്നിരിക്കുന്നതിനാ കാര്യമുണ്ട് കേട്ടോ. വില്ലൈ പഠിക്കാം നമുക്ക്. വേറൊന്നുമല്ല, നമുക്ക് ഇതിനകത്തുള്ള ഫുഡ് പാർട്ടികൾ ഇങ്ങനെ ദഹിച്ച് പോകുന്നില്ല, അതിനെ അബ്സോർബ് ചെയ്യണം. എങ്ങോട്ട്? ബ്ലഡിലോട്ട്, ലിംഫിലോട്ടൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഉള്ള സംഭവം എവിടെയാണ്? സബ്മ്യൂക്കോസൽ ലെയറിലാണ്. ഇനി നമുക്ക് ഡിയോഡിനത്തിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ സി ഷേപ്പ്ഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഗ്ലാൻഡുകളും ഈ പറഞ്ഞ സബ്മ്യൂക്കോസൽ ലെയറിലാണ് കാണപ്പെടുന്നത്. ഇത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഈ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മ്യൂക്കോസൽ ലെയറിന് കുറച്ച് വലിയ വില്ലസ് എല്ലാം വരും, ചിലയിടത്ത് അതുണ്ടാവില്ല. അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളുടെയും ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻസ് ഇതിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി വരുന്ന മ്യൂക്കോസ ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ലൈനിങ് ദ ലൂമൻ ഓഫ് ദ അലിമെന്ററി കനാൽ. എന്താ ലൂമൻ? ഈ ഭാഗത്തിനാണ് ലൂമൻ എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പുള്ള ഭാഗം, ഈ ലൂമനെ കവർ ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് മ്യൂക്കോസ. മ്യൂക്കോസ ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ലൈനിങ് ദ ലൂമൻ ഓഫ് ദി അലിമെന്ററി കനാൽ. ദിസ് ലെയർ ഫോംസ് ഇറഗുലർ ഫോൾസ്. അതായത് നോക്കാം, ഈ ലെയറിൽ റൊഗെ എന്ന് പറയുന്ന ഫോൾസ് ഉണ്ട്. ഏത് ഭാഗത്താണ്? സ്റ്റൊമക്കിൽ. അതേപോലെ സ്മാൾ ഫിംഗറിലേക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, വില്ലൈ, സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ. മനസ്സിലായി? ഓരോ ഭാഗവും വരുമ്പോഴത്തേക്കും അതിന് ഓരോരോ ജോലിയായിരിക്കും. സ്റ്റൊമക്കിൻ്റെ ഭാഗത്ത് വളരെ സ്ട്രോങ് ആണ് നമ്മുടെ ഈ മ്യൂക്കോസ, അതിന് റഗെ എന്ന് പറയുന്നു. അതേസമയം ഇത് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, വില്ലൈ ഉണ്ടായി വരും. സ്മാൾ ഫിംഗറിലേക്ക് പോർഷൻസ് കാൾഡ് വില്ലൈ ഉണ്ടായി വരും അല്ലേ. ഇങ്ങനെ ആ മ്യൂക്കോസയ്ക്ക് ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസങ്ങൾ വരും. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് വില്ലൈ നോക്കാം. The cells lining the villi produce numerous microscopic projections called microvilli. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. എന്താണ് വില്ലയെ? ഈ പറഞ്ഞ വില്ലൈ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് എന്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിച്ചോ. ഇവിടെ നമുക്ക് എന്തായാലും വില്ലൈ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ അകത്തോട്ട് തള്ളി നിൽക്കണില്ലേ? യെസ്. എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ ഒറ്റ റൗണ്ട് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സർഫസ് ഏരിയയിലേക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ അത് ഇങ്ങനെ തള്ളി ഫിംഗറിലേക്കായി നിൽക്കുമ്പോൾ എന്താണ്, സർഫസ് ഏരിയ ഇനോമസ് ആവും അല്ലേ. സർഫസ് ഏരിയ കൂടിയാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, നമുക്ക് വളരെ എളുപ്പം അബ്സോർപ്ഷൻ നടത്താൻ പറ്റത്തുള്ളൂ. ഇതിനാണ് വില്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആ വില്ലൈ കാണപ്പെടുന്നത് നമ്മുടെ എവിടെയാണ്? സ്മാൾ ഇൻറ്റസ്റ്റൈൻ്റെ ഉള്ളിലാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം, ദ സെൽസ് ലൈനിങ് ദ വില്ലൈ കവർ ചെയ്യപ്പെടുന്ന ആ സെൽസ്, അത് ചില മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ്, അതിന് മൈക്രോവില്ലൈ എന്ന് പറയും. നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള പ്രൊജക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ദീസ് മോഡിഫിക്കേഷൻസ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ എനോർമസ്ലി. ഒരുപാട് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വില്ലൈ ഉണ്ടായിരിക്കുന്ന ആൾറെഡി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ ലൈൻ ചെയ്യുന്ന സെൽസിൽ വരെ എന്തുണ്ട്, ഈ ഒരു മൈക്രോ വില്ലൈ എന്നൊരു ഭാഗമുണ്ട്.
അപ്പോൾ ഇത് സർഫസ് ഏരിയ ഒരുപാട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് പറഞ്ഞ അതിൻ്റെ നമ്മുടെ ഈ വില്ലയെ കവർ ചെയ്യുന്ന സെൽസിന് ഒരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രഷ് ബോർഡർ അപ്പിയറൻസിന് കാരണമാകുന്ന മൈക്രോ വില്ലയാണ്, മറക്കണ്ട. എന്താണ് മൈക്രോ വില്ലൈ? വില്ലയെ കവർ ചെയ്യുന്ന സെൽസിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ വില്ലയാണ് മൈക്രോ വില്ലൈ. അത് മൈക്രോസ്കോപ്പിക് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു ബ്രഷ് ബോർഡർ അപ്പിയറൻസ് കൊടുക്കുന്നു. ഓക്കെ, ഇത് സർഫസ് ഏരിയ ഒരുപാട് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഓക്കെ, ഇനി നോക്കാം. വില്ലൈ ആർ സപ്ലൈഡ് വിത്ത് എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആൻഡ് എ ലാർജ് ലിംഫ് വെസൽസ് കാൾഡ് ദ ലാക്റ്റിയൽ. മറന്നു പോകരുത്, ലാക്റ്റിയൽ എന്ന് മറന്നു പോകരുത് കേട്ടോ. വില്ലയിൽ എന്താണുള്ളത്? സപ്ലൈഡ് വിത്ത് എ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ്. എന്താണ് കാപ്പിലറീസ്? കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ചെറിയ ബ്ലഡ് വെസൽസാണ് കാപ്പിലറീസ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൈ നമുക്ക് മുറിയുന്നു. കൈ മുറിയുമ്പോൾ ഒരു വെയിനും കട്ട് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ ഒരു വെയിനും കട്ടായിട്ടില്ല, ഒരു ആർട്ടറിയും ഒന്നും കട്ടായിട്ടില്ല. പക്ഷേ എന്നാലും ബ്ലഡ് വരുന്നുണ്ട്. വൈ? എന്തുകൊണ്ട്? അവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ട്. എങ്ങനെ? നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കുഞ്ഞു കാപ്പിലറീസ് വഴി ബ്ലഡ് അവിടെ എത്തുന്നുണ്ട്. യെസ്, റൈറ്റ്, അതാണ് കാപ്പിലറീസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാപ്പിലറീസ് ഉണ്ട്. പിന്നെ ഒരു വലിയ ലിംഫ് വെസലും ഉണ്ട്. ലിംഫ് എന്താണെന്ന് നമ്മൾ പഠിക്കും. കണക്റ്റീവ് ടിഷ്യൂസ് ആയിട്ടുള്ള ബ്ലഡ്, ലിംഫ്, ഇതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ലിംഫ് വെസലുണ്ട്. അതിന് പറയുന്ന പേരാണ് ലാക്റ്റിയൽ. അതുപോലെ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് എ ഗോബ്ലെറ്റ് സെൽസ് വിച്ച് സെക്രീറ്റ്സ് മ്യൂക്കസ് വിച്ച് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. ഗോബ്ലെറ്റ് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? മ്യൂക്കോസൽ ലെയറിൽ എന്താണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. വില്ലയുടെ ഉള്ളിൽ നമുക്കറിയാം നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഉണ്ട്. അതിനോടൊപ്പം ഒരു വലിയ ലിംഫ് വെസലുണ്ട്. ഇത് രണ്ടും നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ്? അബ്സോർപ്ഷന് വേണ്ടി സഹായിക്കുന്നു, അല്ലേ? ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത്, ഇതിലൂടെ തട്ടി കടന്നു പോകുന്നത് എന്താണ്? ദഹിച്ച ആഹാരമാണ്. ആ ദഹിച്ച ആഹാരത്തിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളെ എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ എന്താണ് നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസും ഈ പറഞ്ഞ ലാക്റ്റിയൽ എന്ന് പറയുന്ന എന്താണ് ലിംഫ് വെസലെല്ലാം സഹായിക്കുന്നത്. മനസ്സിലായി? ഇനി ഇതിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. മ്യൂക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും വഴുവഴുപ്പുള്ള ഒരു ദ്രവം. ഇത്ര മാത്രം മനസ്സിലാക്കി വയ്ക്കുക. അത് എന്തിനു സഹായിക്കുന്നു? ലൂബ്രിക്കേഷന് വേണ്ടി സഹായിക്കുന്നു. അതായത് ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഈസി ആയിട്ട് അതുവഴി കടന്നു പോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, മ്യൂക്കോസയുടെ ഓരോ ഭാഗങ്ങളിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്താണ് അഡാപ്റ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എവിടെയാണ് നമ്മുടെ സ്മാൾ ഇൻറ്റസ്റ്റൈനിൽ മ്യൂക്കോസ എന്താണ് വില്ലയായിട്ട് മാറുന്നു പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. മ്യൂക്കോസ ആൾസോ ഫോംസ് ഗ്ലാൻഡ്സ് ഇൻ ദ സ്റ്റൊമക്ക. അതിനെ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് മ്യൂക്കോസ. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സും എന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? മ്യൂക്കോസയുടെ മോഡിഫിക്കേഷനാണ്. ആൻഡ് ക്രിപ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് ദ വില്ലൈ. അതായത് ഇതിനാണ് നമ്മൾ ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു വില്ലയാണ്, അല്ലേ? ഇതൊരു വില്ലയാണ്. ഇങ്ങനൊരു വില്ല ഉണ്ടായി വന്നു. ആ വില്ല ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അതിൻ്റെ ബേസിൽ ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഓക്കെ, എന്താണ്? ക്രിപ്സ് ഓഫ് ലിബർകുൻ. അതാണ് സംഭവം. ഇത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഈ പറഞ്ഞ ക്രിപ്സ് ഓഫ് ലിബർകുൻ ആണ്. അപ്പോൾ ഗോബ്ലെറ്റ് സെൽസ് ആണ് മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതെന്തിന്? ലൂബ്രിക്കേഷൻ സഹായിക്കുന്നു. അതിനുശേഷം ഈ താഴെ ഇവിടെ കാണുന്ന ക്രിപ്സ്, ഇവിടെയാണ് എന്തുൽപ്പാദിപ്പിക്കുന്ന? ക്രിപ്സ് ഓഫ് ലിബർകുൻ എന്തുൽപ്പാദിപ്പിക്കുന്നു? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ക്രിപ്സ് ഓഫ് ലിബർകുൻ ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, എന്നാലും ഓർത്ത് വയ്ക്കാം. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. ഓക്കെ, അപ്പോൾ അതാണ് ക്രിപ്സ് ഓഫ് ലിബർകുൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പറഞ്ഞ 4 ഡിഫറെൻറ്റ് ലെയേഴ്സും, അതായത് സിറോസ, മസ്കുലാരിസ്, സബ്മ്യൂക്കോസ, മ്യൂക്കോസ, 4 ലെയർ നമ്മുടെ ഇതിൻ്റെ അലിമെൻ്ററി കനാലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനാവശ്യമുള്ള തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ അലിമെൻ്ററി കനാൽ രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അലിമെൻ്ററി കനാലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ തുടക്കം തൊട്ട് ഒടുക്കം വരെ നമുക്ക് പഠിക്കാനായിട്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, ഉത്തരം പറഞ്ഞോണം. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസ് ടു സിമ്പിൾ അബ്സോർബിൾ ഫോം ഈസ് കാൾഡ് എന്താണ്? ഡൈജഷൻ. നമുക്കറിയാം. എന്താണ് അടുത്ത് നോക്കാം. ഡാഷ് ഈസ് ദ ആൻറ്റീരിയർ ഓപ്പണിംഗ് ഓഫ് ദി അലിമെൻ്ററി കനാൽ. ആൻറ്റീരിയർ, പോസ്റ്റീരിയർ ബാക്കിൽ, ആൻറ്റീരിയർ ഫ്രണ്ടിൽ. ഏതാണ്? പറ. മൗത്ത്. വളരെ സിമ്പിളായ ക്വസ്റ്റൻ ആണ്. അതുപോലെ ഡാഷ് ഈസ് ദ പോസ്റ്റീരിയർ ഓപ്പണിംഗ് ഓഫ് ദ അലിമെൻ്ററി കനാൽ. നമുക്കെല്ലാം അറിയാം, ഏനസ് ആണ് ഉത്തരം. അതുപോലെ ദ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ് ഇൻ വിച്ച് ടൂത്ത് ആർ എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോ ബോൺ ഈസ് കാൾഡ് എന്താണ്?
തീക്കോഡോണ്ട്. അത്തരത്തിലുള്ള ഡെന്റിഷന് പറയുന്ന പേരാണ് തീക്കോ കുഴിയിൽ. തീക്കോ പഠിച്ചു, ഡിഫി പഠിച്ചു, ഹെറ്ററോ പഠിച്ചല്ലേ, വെരി ഗുഡ്. ദ ടൈപ്പ് ഓഫ് ഡെന്റിഷൻ ഇൻ വിച്ച് അനിമൽസ് ഫോംസ് 2 sets of teeth in their entire life is called. 2 സെറ്റ്, ഡിഫി ഡൈ. യെസ്, വെരി ഗുഡ്. അടുത്ത് നോക്കാടെ, ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നിങ്ങളെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം. ഹെറ്ററോഡോണ്ട് ഡെന്റിഷൻ മീൻസ് എന്നാണ് ചോദ്യം. അതിനോടൊപ്പം കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തരുന്നത്. ഡെന്റിഷൻ ഇൻക്ലൂഡിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടീത്ത്, അതാണോ ഹെറ്ററോഡോണ്ട്? പിന്നെ ഉണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, ശരിയാണോ തെറ്റാണോ നോക്കാം. ടൈപ്പ് ഓഫ് ഡെന്റിഷൻ ഇൻ വിച്ച് ആനിമൽ ഫോംസ് 2 sets, നെയ്മിലി ടെമ്പററി ആൻഡ് പെർമനന്റ് ടീത്ത്. ടെമ്പററിയും പെർമനന്റ് ടീത്തും ഉൾപ്പെടുന്ന തരത്തിലുള്ള ഡെന്റിഷൻ ആണ് ഹെറ്ററോഡോണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കാം. ദ ടൈപ്പ് ഓഫ് ഡെന്റിഷൻ ഇൻ വിച്ച് അറ്റാച്ച്മെന്റ്, എങ്ങനെ അറ്റാച്ച്മെന്റ് ഈസ് അതായത് ടൂത്ത് എംബഡഡ് ഇൻ എ ക്യാവിറ്റി. ടൂത്ത് ഒരു ക്യാവിറ്റിയിലാണെങ്കിൽ ഹെറ്ററോഡോണ്ട് ഡെന്റിഷൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ ഡെന്റിഷൻ ഇൻക്ലൂഡിംഗ് ഹോമോഡോണ്ട് ആൻഡ് ഐസോഡോണ്ട്, ഈ 2 ടേം നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് മൊത്തം സംശയം വരാം. ഇനി ഓപ്ഷൻ ശ്രദ്ധിക്കാം. എന്താണ്? ഓൺലി 2 ഈസ് കറക്റ്റ്, ഓൺലി 3 ഈസ് കറക്റ്റ്, 1 and 4 ആർ കറക്റ്റ്, അവസാനം ഓൺലി 1 ഈസ് കറക്റ്റ്. നോക്കാം. 1 and ഇപ്പോൾ നമുക്ക് ഇത് 2 തെറ്റാണെന്ന് അറിയാം. ടൈപ്പ് ഓഫ് ഡെന്റിഷൻ വിച്ച് ആനിമൽ ഫോംസ് 2 sets, അതിനെ നമ്മൾ ഡിഫീഡ് ഉണ്ടെന്നാണ് വിളിക്കുന്നത് അല്ലേ. അതുപോലെ ദ ടൈപ്പ് ഓഫ് ഡെന്റിഷൻ വിച്ച് അറ്റാച്ച്മെന്റ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാവിറ്റിയിലാണെങ്കിൽ അതിനെ തീക്കോഡ് ഉണ്ടെന്നാണ് വിളിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് സംശയമുള്ളതാണ്, ഇത് ശരിയാണെന്ന് നമുക്കറിയാം. കാര്യം എന്താണ്? ഹെറ്ററോഡോണ്ട്, ഹെറ്ററോ ഡിഫറന്റ് ടൈപ്പ് ഓഫ് ടീത്ത്, ഇത് ശരിയാണെന്ന് അറിയാം. ഇനി ഇത് ശരിയാണോ എന്നൊരു സംശയം വരാം. എന്താണ്? ഡെന്റിഷൻ ഇൻക്ലൂഡിങ് ഹോമോഡോണ്ട് ആൻഡ് ഐസോഡോണ്ട്. ഹോമോഡോണ്ട് ഐസോഡോണ്ട് വേറെ തരത്തിലുള്ള ഡെന്റിഷൻ ആണ്. നമ്മുടെ ഈ ഹെറ്ററോഡോണ്ടിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെന്റിഷൻ ആണ്. മനസ്സിലായില്ലേ? അതായത് ഒരേ തരത്തിലുള്ള പല്ലുകളുള്ള ഡെന്റിഷനെ പറയുന്ന പേരാണ് ഈ പറയുന്ന പേര്. അപ്പോൾ ഇത് മാത്രമാണ് ശരി, ഇത് 3ഉം തെറ്റാണ്. ഇതിന്റെ ചോദ്യം തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് എഴുതാം. ശരിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ് ശരി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡെന്റൽ ഫോർമുല ഓഫ് അഡൽട്ട് ഹ്യൂമൻ നോക്കാം. 2, 1, 2, 3 ഇത്തരത്തിലുള്ള ഇതാണ് എൻ്റെ ശരി ഉത്തരം വരുന്നത്. എന്താണ്? ഐ 2, കനൈൻ 1, പ്രീമോളാർ 2, മൊളാർ 3 അല്ലേ. നമ്മളത് പഠിച്ചതാണ്, മറക്കില്ല. ഇനി നോക്കാം. പാർട്ട് ഓഫ് ടീത്ത് വിച്ച് ഹെൽപ്സ് ഇൻ മാസ്റ്റിക്കേഷൻ ഇനാമലാണ്. അതുപോലെ ദ ടങ് ഈസ് അറ്റാച്ച് ദ ഫ്ലോർ ഓഫ് ദ ഓറൽ ക്യാവിറ്റി ബൈ ഫ്രെനുലം. വെരി ഗുഡ്. അടുത്ത് നോക്കാം. ദ ടേസ്റ്റ് ബഡ്സ് ആർ പ്രസന്റ് ഇൻ, എവിടെയാണ് കാണപ്പെടുന്നത്? പറയൂ നോക്കൂ, എവിടെയാണ്? പാപ്പിലയിലാണ് കാണപ്പെടുന്നത് അല്ലേ. അടുത്ത് നോക്കാം. ദ സ്മാൾ പ്രൊജക്ഷൻ സീൻ ഇൻ ദ അപ്പർ സർഫസ് ഓഫ് ടങ് ആർ കാൾഡ്, എന്താണ് വരുന്നത്? പാപ്പിലെ അല്ലേ. വെരി ഗുഡ്. നോക്കാം. ഡാഷ് സെർവ്സ് ആസ് ദ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ, എന്താണ്? ഫുഡിന്റെ എയറിന്റെയും കോമൺ പാസേജിന് പറയുന്ന പേര് എന്താണ്? ഫാരിങ്സ്. വെരി ഗുഡ്. അടുത്ത് നോക്കാം. ദ യൂസോഫാഗസ് ആൻഡ് വിൻഡ് പൈപ്പ് ഓപ്പൺസ് ഇൻ ടു, എങ്ങോട്ട്? ഫാരിങ്സിലേക്ക്. അടുത്ത് നോക്കാം. ദ ഓപ്പണിംഗ് ഓഫ് വിൻഡ് പൈപ്പ് ഈസ് കാൾഡ്, എന്താ? ഗ്ലോട്ടിസ് അല്ലേ, ഗ്ലോട്ടിസ് ആണ്. അപ്പൊ നോക്കാം. ഡാഷ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ദ വിൻഡ് പൈപ്പ്, വിൻഡ് പൈപ്പിലേക്ക് അല്ലെങ്കിൽ ഗ്ലോട്ടിസിലേക്ക് ഫുഡിന്റെ എൻട്രി തടയുന്ന ആരാണ്? എപ്പിഗ്ലോട്ടിസ് ആണ് അല്ലേ. അതുപോലെ വിച്ച് മസ്കുലർ സ്ഫിങ്ക്ചർ റെഗുലേറ്റ്സ് ദ ഓപ്പണിംഗ് ഓഫ് ഈസോഫാഗസ് ഇൻ ടു ദ സ്റ്റൊമക്ക്, ഏതാണ്? ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ചർ ആണ്. അതുപോലെ ദ സ്റ്റൊമക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. ഇനി നോക്കാം. ദ പാർട്ട് ഓഫ് സ്റ്റൊമക്ക് ഇൻ വിച്ച് ഈസോഫാഗസ് ഓപ്പൺസ് അല്ലേ, കാർഡിയാക് റീജിയൻ. അതുപോലെ നോക്കാം. ദ പാർട്ട് ഓഫ് സ്റ്റൊമക്ക് വിച്ച് ഓപ്പൺസ് ഇൻ ടു സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ഈസ് കാൾഡ് പൈലോറിക് റീജിയൻ. അതുപോലെ ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ ചോദിക്കാം. ഡിയോഡിനം, സീക്കം, ഇലിയം, ബോത്ത് എ ആൻഡ് സി. എന്താണ് ചോദിച്ചേ? ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡിയോഡിനം, ഇലിയം ആൻഡ് ജെജിനം ആണ് അല്ലേ. അപ്പോൾ സീക്കം അല്ല. അപ്പോൾ ബോത്ത് എ ആൻഡ് സി ആണ്. എ കണ്ടുടങ്ങിയ ഡിയോഡിനം കിട്ടി, എഴുതി കളയരുത്, തെറ്റിപ്പോയി നിങ്ങൾക്ക് ഉത്തരം കേട്ടോ. അതുപോലെ ദ ഓപ്പണിംഗ് ഓഫ് ദ സ്റ്റൊമക്ക് ഇൻ ദ ഡിയോഡിനം ഈസ് ഗോർഡഡ് ബൈ, ഏതാണ്? പൈലോറിക് സ്ഫിങ്ക്ചർ ആണ്. അതുപോലെ ദ പാർട്ട് ഓഫ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ വിച്ച് ഓപ്പൺസ് ഇൻ ടു ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഇലിയം ആണ്. ഓക്കെ, ഡിയോഡിനം, ജെജിനം, ഇലിയം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഒൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ഇലിയം, സീക്കം, റെക്റ്റം, കോളോൺ, ഏതാണ് വരുന്നത്? ഇലിയം ആണല്ലേ. അടുത്ത് നോക്കാം. ഡാഷ് ഇസ് എ ബ്ലൈൻഡ് സാക്ക് വിച്ച് ഹോസ്റ്റ് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസം, സീക്കം ആണ് ആൻസർ. ഡാഷ് ഇസ് ദ വെസ്റ്റിജിയൽ ഓർഗൻ എറൈസസ് ഫ്രം ദ സീക്കം, ഏതാണ്? വെർമിഫോം അപ്പൻഡിക്സ്. ഡാഷ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ വാൾ ഓഫ് അലിമെന്ററി കനാൽ ആൻഡ് ഈസ് മേഡ് അപ്പ് ഓഫ് എ തിൻ മീസോത്തീലിയം, ഏതാണ്? സിറോസ. അതുപോലെ ഡാഷ് ഇസ് ദ ലെയർ ഓഫ് വാൾ ഓഫ് അലിമെന്ററി കനാൽ കണ്ടെയ്നിങ് നെർവ്സ്, ബ്ലഡ് ആൻഡ് ലിംഫോസൈറ്റ്സ്, സബ്മ്യൂക്കസ് ലെയർ ആണ്. അതുപോലെ ഡാഷ് ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ വാൾ ഓഫ് അലിമെന്ററി കനാൽ, ഏതാണ്? മ്യൂക്കോസയാണ്. ദ ലെയർ ഓഫ് അലിമെന്ററി കനാൽ വിച്ച് forms rugge in the stomach, ഏതാണ്? മ്യൂക്കോസ ആൻസർ. ദ ലെയർ വിച്ച് ഫോംസ് വില്ലൈ ഇൻ സ്മാൾ ഇൻറ്റെസ്റ്റൈൻ, ഏതാണ്? മ്യൂക്കോസൽ ലെയർ ആണ്. അതുപോലെ നെയിം ദ ലാർജ് ലിംഫ് വെസൽ സീൻ ഇൻ ദ വില്ലൈ, ഏതാണ്? ലാക്റ്റിയലാണ് ഉത്തരം വരുന്നത്. അതുപോലെ ഡാഷ് പ്രസന്റ് ഇൻ ദ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഓഫ് സ്മാൾ ഇൻറ്റെസ്റ്റൈൻ വിച്ച് സെക്രീറ്റ്സ് മ്യൂക്കസ്, ഏതാണ്? ഗോബ്ലെറ്റ് സെൽസ് ആണ്. അതുപോലെ ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അലിമെന്ററി കനാലുമായിട്ട് ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായിട്ട് +1 നും +2 നും പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു ആൾ.